ഒള്ളി ഫാൻസ് മതിയൊന്നാ. ഫാൻസ് ഉള്ളി അല്ലടാ, ഉള്ളിയപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അമ്മോ, അത് അങ്ങനെ ഒരുത്തൻ. നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്ത സാധനം ഏതായിരുന്നു? ലാസ്റ്റ് റിയാക്റ്റഡ്. ഓക്കെ ഓക്കെ ഗായ്സ്, വെൽക്കം ടു ഡിസ്കോ ട്രോൾസ്. ആളെ വിളിച്ചിട്ട് ഇവന്റെ നിങ്ങളൊരു അബ്നോർമാലിറ്റി ഇല്ലേ ഇവിടെ ഒരു ആളെ വിളിച്ചിട്ട് ജെട്ടി ടെസ്റ്റ് ചെയ്തോട്ടെ. സിറ്റി വൈപ്പാണ്. സിറ്റി കയറുന്നു. സിറ്റി അപ്പായി. എടാ ഇത് കയറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് കയറിയില്ലെങ്കിൽ നോക്കണേ. blind.exe minix_JR സിറ്റി കയറണം. അടുത്ത പേര് നോക്കട്ടെ. എൻ്റെ പേര് സിറ്റി കയറ്. ഗ്രീൻ നെർക്കോമാൻ. എന്തൊരു അടുത്ത വരെ സിറ്റി അപ്പായി. ഗ്ലാഡിയേറ്റർ ഈഗിൾ_ജൂനിയർ. നീ 5M മാനേജറാടാ. നീയൊക്കെ 5M മാനേജറാ. സിറ്റി അപ്പായിന്ന്. ഇവിടെ സക്കീറിൻ്റെ ആട്ടവും പോയി, അതും പോയി, ഇത് പോയി. കമ്മിങ് ഓൺ സൺഡേ. ഇത് പാർട്ട് 1 വന്നില്ലേ? അതോ നമ്മൾ കണ്ടത് എന്തുമായിരുന്നു? പാർട്ട് 1 അല്ലായിരുന്നു, അതോ ഇതായിരുന്നു? കമ്മിങ് സൂൺ. ഓക്കെ, വെയിറ്റിംഗ്. സിയോണി പോ ഗൈസ്. 5M ഗ്ലോബൽ ഇഷ്യൂ ആണ്. നിന്റെ PC ക്രാഷ് ആയതാ. സിയോൺ VC പോ. മെന്നി പറയുന്നത് കേൾക്കുന്നില്ല. മെന്നി ഒരു മിനിറ്റ് ഞാൻ ഇത് മാറ്റി കൊടുത്തോട്ടെ. അയ്യോ എന്നെ മ്യൂട്ട് നീ പറ. സിറ്റി അപ്പാണോ? അറിഞ്ഞൂടാ, ഞാൻ വാല്യൂ വിളിച്ചിട്ട് ഇറങ്ങി. 5M ഡൗൺ ആണോ? ഇവിടെ എല്ലാവരും കിടന്ന് എന്തൊക്കെയോ പറയണം. ഞാൻ ഇത്രയും നേരം സിറ്റിയിലായിരുന്നു, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് അറിഞ്ഞോളൂ. കഴിഞ്ഞ 1 മണിക്കൂർ എനിക്ക് അറിഞ്ഞോളൂ. നീ ഒന്ന് 5M കയറി നോക്കിയേ. നീ വരണ്ടായിരുന്നു. നോക്കട്ടെ. സിയോൺ സിറ്റി കേരള നോക്കട്ടെ. ഞാൻ വേണേ അവരുടെ ഇതിനകത്തൊന്ന് പോയി നോക്കട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. സപ്പോർട്ട് 120 എന്തോ ഉണ്ടല്ലോ സിറ്റിയിൽ. എടാ സിറ്റി ഉണ്ട്, 5M ആണ് ഡൗൺ എന്നാണ് പറയണ പിള്ളേർ. അറിഞ്ഞൂടാ. വെയിറ്റിംഗ്. പോട്ടെ. പ്രിപ്പയറിംഗ് ടു റിക്വസ്റ്റ് ഓതന്റിക്കേഷൻ ടിക്കറ്റ്. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഡൗൺ ആണ്. ഒരു മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ്. എല്ലാവരും സിറ്റിയിലുണ്ട്. എടാ സിറ്റിയിലുള്ളവർക്ക് കളിക്കാം. 5M ഇപ്പോൾ ഡൗൺ ആയെന്നാ പറഞ്ഞത്. 5M ഡൗൺ ആയതുകൊണ്ട് യുവർ 5M ഇഷ്യൂ അല്ല ബ്രോ. എൻ്റെ 5M ഇഷ്യൂ അല്ല. എൻ്റെ 5M ഇഷ്യൂ ആവാൻ വഴിയില്ല. 4090 അല്ലേ? പോയി. നേരത്തെ കയറിയവർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ. എടാ എന്നെ ഇവിടെ വലിച്ചിടാൻ പോലും ആരുമില്ല കേട്ടോ. VC പോയാൽ നടക്കും. നോക്കട്ടെ. എലി സിറ്റിയിലുണ്ട്. മ്യൂട്ട് ചെയ്യൂ. എടാ അങ്ങനെ ഒരു നിയമം ഇവിടെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഹലോ ബ്രോ സ്കൈ, ഇത് ഡൗൺ ആണോ? 5M ഡൗൺ ആണോ? ഓ, അപ്പൊ സിറ്റി കയറിയവർക്ക് മാത്രമല്ല കളിക്കാൻ പറ്റുള്ളൂ. ഇനി കയറാൻ പറ്റില്ലല്ലോ. ഓ ശരി. ഓക്കെ താങ്ക് യു. സന്തോഷമായോ നിനക്കൊക്കെ? ഇനിയും മറ്റേ തപ്പി പിടിക്കണ്ടേ ഇനി എവിടെ നിന്നാന്ന്? എൻ്റെ ഡിസ്കോഡ് എനിക്ക് കണ്ണും കാണൂല. എനിക്ക് പുല്ല് വെട്ടി മനുഷ്യൻ്റെ അടപ്പളവേ. പുല്ല് വെട്ടി ഞാൻ 80 ലക്ഷം രൂപയ്ക്ക് പുല്ല് വെട്ടി. ഇപ്പോൾ കയറാൻ പറ്റിയ ദിവസമൊക്കെ. ബാക്കിയെല്ലാ ദിവസവും ഇനി വെട്ടണം. എന്ത് ചെയ്യടാ എൻ്റെത്? ഈഗിൾ ഗെയിമിങ് എവിടെ?
5 ഒരെണ്ണം. എൻ്റെ ലോഗോ ആരെങ്കിലും മാറ്റിയ ഈഗിൾ ഗെയിമിംഗ് മെമ്പേഴ്സ്. എനിക്ക് കണ്ണ് കാണാത്തതാണോ? TKRP? ഓ വേണ്ട, അവിടെ പോയി കിണ്ടും. അതെ. ഹലോ. There it is. Go, baby, go! Woo! Slow down, baby. Boom! Where's this going? Where are we going? I don't know where we go from here. Right to the elevator? Oh, yeah. Right to the elevator? Is that what we're doing? Oh, go. ഗോ ബ്രോ ഗോ. ഈസി. നമുക്കിതൊക്കെ ഇന്ന് കളിക്കാനുള്ളതാ. No. Grab a ledge. Grab that! എടാ ആ അവസ്ഥ ആർക്കും വരുത്തല്ലേ. എൻ്റെ അമ്മേ, ഇത് സ്ട്രീം ചെയ്യണത്. എടാ ഇതെന്ത് മോഡറേറ്റേഴ്സ് ജോയിൻ ചെയ്തത് മാത്രം കാണിക്കുന്നു. എനിക്ക് വേറെ ചാറ്റൊന്നും കാണിക്കുന്നില്ല. എൻ്റെ ലൈവ് പോയോ? ഇത് എൻ്റെ വണ്ടിയുടെ അല്ലേ ഇത്? എടാ എൻ്റെ നെറ്റ് പോയോ? എൻ്റെ ലൈവ് എല്ലാം പോയാ? ഹലോ ഇത് പ്ലേ ആവുന്നുമില്ല. ഇവിടെ എന്തോ സംഭവിച്ചു ചേട്ടാ. Anna Maria left the stream, Anna Maria joined the stream. Anna Maria left the stream, Anna Maria joined the stream. Skydark left the stream, Anna Maria joined the stream. QTP left the stream, Skydark joined the stream. ഇത് എന്തൊരു പ്രശ്നം? ഇവിടെ ചാറ്റ് കത്തിയാ? ലോക്ക പോയാ? ഓക്കെ. മെസ്സേജ് വരുന്നില്ല. വന്നു. ഒന്നും പോയില്ല. ഓക്കെ വന്നു. ചാറ്റ് ബഗ്. ഓക്കെ. ഓ അന്താദായം പോതാത് പറവൈ ഉണ്ട്. എന്ത് എടാ ഓരോരുത്തരും ഇവിടെ. ഞാനൊക്കെ ഇവിടെ സ്റ്റുഡിയോയിൽ പോയി പാടി മറ്റേ റെക്കോർഡൊക്കെ ചെയ്തിട്ട് പോലും ഇങ്ങനെയൊക്കെ ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെ എന്ത് രസമായിട്ടാ. അവൻ ഒരു ഇതും ഇല്ലാതെ മറ്റേ വെറുതെ ഒരിടത്ത് ഒരു മൂലയിലിരുന്ന് ഫോണിലെടുത്ത് എന്ത് ഭംഗിയല്ലേ കേൾക്കാൻ. രക്ഷയില്ല ബ്രോ. കിടിലം. POV ഇൻ ദ മിഡ് നൈറ്റ് അറ്റ് ഹോസ്റ്റൽ. അണ്ണാ നീ ഇഷ്ടപ്പെട്ട ആ കുട്ടിക്ക്, അണ്ണൂനെ ഇഷ്ടപ്പെട്ട ആ കുട്ടിക്ക് ഹോ അവന്റെ എനി അഡ്വൈസ് ഫോർ സിംഗിൾസ്. എടാ സത്യം പറഞ്ഞ റിലേഷൻഷിപ്പിലാവണമെന്നുള്ളത് റിലേഷൻഷിപ്പിലാവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. യു ആർ ബ്യൂട്ടിഫുൾ. ആഡ് മീ ടു സ്റ്റീം ലെറ്റ്സ് പ്ലേ. റിലേഷൻഷിപ്പിലായാൽ മതി. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പിലായാൽ മതി. എവാങ്കലീന എന്നാ പേരിട്ടേക്കണേ. ഇതിൻ്റെ പുള്ളി മറ്റേ ശശിമാമനോ മറ്റേ സുധാകരൻ അണ്ണനോ അങ്ങനെ ആരെല്ലോ ആയിരിക്കും. 15 ഫോളോവേഴ്സ്, 5 ഫോളോയിങ്, 2 പോസ്റ്റ്. നോക്കിയിരുന്നോ നീയൊക്കെ? നശിപ്പിച്ചെന്നോ? എടാ ഞാൻ എങ്ങനെ ഇടക്കേറി പാടി നശിപ്പിച്ചല്ലേ. ക്ഷമിക്കണം. കേസ് ഇത്രയും കഴിവുണ്ടായിട്ട് അവ ഇരുട്ടത്തിരുന്ന് പാടണടാ. ഇത്രയും കഴിവുണ്ടായിട്ട്. എന്നിട്ട് ആ ഫോൺ നോക്കിയാ പാടണം. എന്നിട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഓഫ് ചെയ്ത് വെച്ചിരിക്കണ്. കഴിവുണ്ട്, പക്ഷെ ഇത്രയും വലിയ മണ്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇരുട്ടത്തിരുന്ന് പാടണ.
എൻ്റെ പൊന്നു ബ്രോ കിടിലം. അഡ്നൻ KC കിടിലം അല്ലേ? കിടിലം, നല്ല ഒരു രക്ഷയിലടാ കിടുസാനം. ന്യൂ വൺ വിനീതേട്ടൻ്റെ വീണെടുത്ത് വന്നപ്പോൾ പെട്ടെന്ന് ചെയ്ത, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല. ആരാമത് ഫ്രെയിം പൊട്ടി ചെയ്ത കുറച്ച് ഡിലീറ്റ് ആക്കല്ലേ. എടാ താങ്ക് യൂടാ, ഇതെനിക്ക് കിട്ടിയായിരുന്നു. ഈ ഫ്രെയിം എനിക്ക് കിട്ടിയായിരുന്നു. മറ്റേ പൂച്ചക്കുട്ടി മറ്റേ ഇവൻറ്റിന് പോയപ്പോൾ എനിക്ക് കിട്ടിയായിരുന്നു. താങ്ക് യൂടാ, താങ്ക് യു സോ മച്ച്. ഇൻട്രോവേർട്ട് അതും ശരിയാണ് ആയിരിക്കാം. എല്ലാവരും വന്നിട്ട് പറയണത് ഞങ്ങൾ ഇപ്പോഴും ദിലീപിന്റെ പഴയ പടങ്ങൾ TV-യിൽ വീണ്ടും വീണ്ടും കാണാം. എന്താ പുതിയ സിനിമകൾ നിങ്ങൾ ചേർത്ത് ഞങ്ങൾക്ക് തമാശ. സത്യമല്ലേ? CID മൂസ, മറ്റേ പഞ്ചാബി ഹൗസ്, ഇതൊക്കെ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെട്ടം, ചേട്ടാ ചെറുപഴ എന്തല്ലേ ഈ സാധനമൊക്കെ എന്തല്ലേ, എത്ര കണ്ടാലും മടുക്കൂല. മറ്റേ ലാലു ലക്സ് പറഞ്ഞ പോലെ എത്ര കണ്ടാലും മടുക്കൂല ആ സാധനമാണത്. ഈ മിസ്റ്റർ ബട്ട്ലർ, ഇതൊക്കെ പൈറ്റം പടം. നിങ്ങളുടെ സിനിമകൾ ഞങ്ങൾക്ക് ഭയങ്കര ഇത് വിട്ടുപോയതാണ്. കല്യാണരാമനും അതേപോലെ തന്നെ മറ്റേ ഇത് ഇതിന് പേര് തരുന്നത് പറക്കുന്നില്ല. ഭയങ്കര മെന്റൽ ഒരു റിലാക്സ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ വലിയ ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഭയങ്കര എനർജിയാ. ഞാൻ ഭയങ്കര കുബേരൻ അതിപ്പോഴാണ് എനിക്കത് മനസ്സിലാവണേ. അവര് പോയി കഴിയുമ്പോഴാണ് എന്റെ ദൈവമേ. കാരണം ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുള്ള സമയത്ത് അവരുടെ കൂടെ നമുക്ക് പോയി നിൽക്കാൻ പറ്റിയില്ലേ. നമുക്ക് ഇന്നസെന്റേട്ടൻ പോയി, മാമുക്കൊക്കെ പോയി ആ ഒരു ഇവര് പോയപ്പോഴാണ് മൊത്തത്തിൽ നമ്മൾ പിന്നിൽ അങ്ങോട്ട് നോക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ടാലന്റഡ് ആളുകൾ അങ്ങോട്ട് മാറിപ്പോയി. ലൈക്ക് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആളങ്ങനെ സ്റ്റാർ വാല്യൂ നോക്കിയല്ല ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. എത്ര പ്രൈമായിട്ട് നിന്ന സമയത്താണെങ്കിലും എന്ത് കോപ്രായം കാണിക്കുന്ന രീതിയിലാണെങ്കിലും പുള്ളി അത് അഭിനയിക്കും. ലൈക്ക് ഇപ്പം നമ്മൾ പറയാം, പെട്ടെന്നൊരു ദിവസം ഇത്രയും സ്റ്റാർ വാല്യൂ ഉള്ള ഒരു ആക്ടറിനെ കൊണ്ടിട്ട് പെട്ടെന്നൊരു ദിവസം അവർക്കുള്ള റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിലല്ലാത്തൊരു ക്യാരക്ടർ കൊടുക്കുക അവർക്ക് പറ്റത്തില്ലല്ലോ. പക്ഷേ ദിലീപ് ആ സമയത്ത് എല്ലാം എടുക്കുമായിരുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും അഭിനയിക്കും, എങ്ങനെ വേണമെങ്കിലും ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ ഇജാതി കിടിലമായിരിക്കും. അത്രയും വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് നടനാണ് പുള്ളി. എടാ ഇതെന്തൊരു ലൈറ്റ് കിടന്ന് മറ്റേ ഇത് കളിക്കുന്നു. ഒരു മിനിറ്റ്, ചാന്തോട്ട്. ചാന്തോട്ടൊക്കെ കിടിലം പടോടെ, കിടിലം. എടാ ഞാൻ ചെയ്തതാ. എടാ താങ്ക് യു സോ മച്ച് ആർട്ട് ബൈ GKS, താങ്ക് യു സോ മച്ച്. എടാ ഇവിടുത്തെ എൻ്റെ റൂമിന് എന്തോ പറ്റി കേട്ടോ പെട്ടെന്ന്. കാസ്റ്റർ സോൾഡ് സ്കാർ വായ എന്താണെന്ന് അറിയോ? എടാ എനിക്ക് അറിഞ്ഞൂടാ എന്ത് പറ്റിയതെന്ന്, ഒന്നും പറഞ്ഞിട്ടില്ല. സൗണ്ട് കുറഞ്ഞോ? PC സൗണ്ട് കൂട്ടുമോ? എടാ നിങ്ങൾക്ക് സൗണ്ട് കുറവാണോ? എനിക്ക് ഈ വീഡിയോക്ക് സൗണ്ട് കുറവാ. ഞാൻ ഈ കിളിയെ ചിറകൊടിഞ്ഞ് കിടക്കണം ഞാൻ രക്ഷപ്പെടുത്താൻ പറ്റും നോക്കട്ടെ പാപ്പ. കോളും പോയി, അതും പോയി. സുമതി ശാപം. എടാ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഈ ഹെഡ്സെറ്റ് വെച്ച് അങ്ങനെയാണ് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് മറ്റേ ഹെഡ്ഫോൺ വെക്കേണ്ടി വരും. എൻ്റെ വീഡിയോ സൗണ്ട് കുറവാ. ഈ അടുത്ത വീഡിയോ നോക്കാം നമുക്ക്. You want it, I want it, she want it, so come get it. We forget, no regret. Tonight I'ma make you taste it. Go y'all and wind down low, shake your body and lose control. Go y'all and let them know, drop it down and move it slow. Go y'all and wind up fast, shake your body and shake that ass. Oh y'all, you look so bad. Go y'all. ഒരു വർഷമായി RP വന്നിട്ട്.
1 വർഷമായി RP വന്നിട്ട് അവൻ്റെ കാറിൻ്റെ ഇൻട്രോ കണ്ടു കഴിഞ്ഞാൽ രജനീകാന്തിന് ജയിലറിൽ കൊടുത്തതിനേക്കാളും വലിയ ഇൻട്രോ ആണ് അവൻ്റെ കാറിന്. 1 വർഷമായി, 1 വർഷം ഞാൻ കണ്ടിട്ടില്ല 1 വർഷമായിട്ട് RPയിൽ. രജനീകാന്തിന് മറ്റേ ഇതിനകത്ത് കൊടുത്തത്, രജനീകാന്തിനും ലാലേട്ടനും ഒക്കെ ജയിലറിന് കൊടുത്തതിനേക്കാളും വലിയ ഇൻട്രോ ആണ് അവന്. അടിച്ച് തിരിക്കണം ഗിരി നിന്നെ, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ TV-യുടെ മറ്റേ ഇത് കണ്ട ആൾക്കാർക്ക് അറിയാമായിരുന്നു, അതായത് ബേസ് ഫോർമേഷൻ കണ്ടവനറിയാം. അവൻ്റെ അത്രയും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന വേറൊരാളില്ലായിരുന്നു. ഇന്ന് സ്ട്രീം ചെയ്തിരുന്ന, റെഗുലറായിട്ട് സ്ട്രീം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോക്കോയിൽ ടോപ്പ് ലിസ്റ്റ് വരേണ്ട ഒരുത്തനായിരുന്നു. ഞാൻ സത്യം പറയാം, എന്ത് കിടിലായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അത്രയും കിടിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുണ്ടയാണത്. ഇന്ന് സ്ട്രീം ചെയ്തിരുന്നെങ്കിൽ അവനെ പണിക്ക് പോലും പോകണ്ടായിരുന്നു. ഒരു നല്ലൊരു സ്ട്രീമറായിട്ട് വരാൻ കഴിവുള്ള ഒരുത്തനായിരുന്നു. വാലോറൻറ്റിലും എല്ലാത്തിലും കഴിവുള്ള ഒരു അച്ചി. അണ്ണ റീൽസ് സ്കിപ്പ് ചെയ്യല്ലേ, ഈ ബ്രോ വിഷയമാണ്. വെയിറ്റ് ഫോർ ദ ലാസ്റ്റ് ബീറ്റ്, വൈബിങ് ടു ദിസ് ക്രേസി ഇന്ത്യൻ സോങ്. കണ്ടൊരു കാട്ടിലെത്തി ഡ്രം ആൻഡ് ബാസ് ബ്രാസ, ഇത് വേറെയാണ്. ഫോറിനേഴ്സ് ഒക്കെ നമ്മുടെ മലയാളം പാട്ടൊക്കെ എടുത്തു വെച്ച് സാധനം സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കിടുക്ക് ഐറ്റം. ഓണത്തിന് പ്ലേ ചെയ്യാം, സേവ് ചെയ്ത് വെച്ചോ. ഓണത്തിന് പരിപാടിക്കൊക്കെ കുക്കരി കൂറുമ്പൻ പണ്ട്. അണ്ണ ഡു യു റിമെമ്പർ ഇറ്റ്? ഈ സാധനം ഞാൻ പണ്ടെന്നെ ഇൻട്രോ ആക്കിയിട്ടുണ്ടോ? അയ്യോ സത്യം, സേവ് മാത്രം അതേ പറഞ്ഞേ, എനിക്കത് ഓർമ്മയുണ്ട്. ഇതെന്തൊരു സ്റ്റാറ്റിൽ സ്പാം വരുന്നത്? ഏത് സ്റ്റിക്കർ? വൈബ് ചെയ്യുന്നു. ഹോ, ആ വൈബ്. ഓക്കെ. അപ്പൊ എന്താണ് പരിപാടി? നമ്മുടെ പരിപാടി എന്താണ് ബാബു? നമ്മുടെ പരിപാടിയിൽ ഒന്ന് കാണാൻ പറ്റുന്നത് ചന്ദ്രബോസിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞത്. അതായത് മുരളി കൊണ്ടൊന്ന് കാണിച്ചിട്ട് പോകാൻ ചോദിച്ചു. നമുക്ക് വേറൊരു ജോബ് സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ ജോബ്, ഗവൺമെന്റ്, ഞങ്ങൾക്ക് കുറച്ച് ഓഫീസ് ജോബൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ ജസ്റ്റ് പോകുന്നതിന് മുമ്പ് കാണാൻ എനിക്ക് ഒന്നാം തരം രീതി കിട്ടിയ സാധനമാണ്. ഈ ഓടുന്ന ട്രെയിനിന്റെ ഫ്രണ്ടിൽ കയറി പോകണം. എടാ ശരിക്കും ഉണ്ടല്ലോ, ഇവൻ ഇങ്ങനെ താറ്റോന്ന് എനിക്കറിയാമെങ്കിലും ശരിക്കും ഇവൻ ഡ്രസ്സൊക്കെ മാറി ഈ അപ്പിയറൻസ് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇവൻ എന്തോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത് സിറ്റിയിൽ. കേട്ടാ, എന്നെ പട്ടിയാക്കി അന്ന് തന്നെ. ഹലോ, എന്താ നിന്റെ അവിടെ കുടുംബശ്രീ നടക്കണ? മാമനാ? ആ ഫോമിലാന്ന് തോന്നുന്നു. മോനെ വിളിച്ചതല്ലേ? ഓക്കെ. എടാ ഞാൻ കാര്യം എന്താന്ന് ഞാൻ നിനക്ക് ഓൾറെഡി ഞാൻ അയച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം എന്തോ അത്. വിഷമായി ഞാൻ താഴോട്ട് ട്രാക്ക് ചെയ്തിട്ടേക്കാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഈഗിൾ ഗെയിമിംഗ് വെർഷൻ. എന്റെ മാനസികാവസ്ഥ എടാ നോഫിയടാ, ഭയങ്കര ശബ്ദടാ. എന്റെ മാനസികാവസ്ഥ ഇപ്പൊ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ബാബു, എന്റെ ഡ്രൈവിംഗ് നിനക്ക് അറിയാലോ. സ്റ്റിക്കർ സ്പാം വേണ്ട ഗൈസ്. What's next? No matter how fast you are, I am not to be compared to you. no one outruns their past. I am more easy, you trying your best to become me. RP സിറ്റുവേഷൻ വെച്ചോ സിനിമാറ്റിക് വീഡിയോ ആക്കിയേക്കും. And mine just caught up to me. Been a long time down. So we're up against a master thief, assassin, high performance driver,
ഓ കട്ട്സ് ഒക്കെ കൊള്ളാടാ. സ്റ്റിക്കർ സ്പാം വേണ്ട പ്ലീസ് പ്ലീസ് പ്ലീസ്. കൊള്ളാടാ, നൈസ്. നല്ല ഇതുണ്ട്. നിനക്ക് ആഡ് ഇല്ലല്ലോ. എടാ എനിക്ക് ആഡ് ഇല്ലല്ലോ എന്നാണ് പറഞ്ഞത്. എനിക്കും ആഡുണ്ട്. അലക്സ ഈഗിൾ ഗെയിമിംഗ് വെർഷൻ. Alexa, ഓ കേക്കാം. play relaxing songs. എനിക്കൊട്ടും വയ്യടി ബേബി. അയ്യോ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഈ പുള്ളിയെ കണ്ട് മെറ്റയുടെ വീട്ടിൽ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കിടില മനുഷ്യൻ. വേറൊരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഒരു ഇതും ഇല്ലാതെ, അതായത് എനിക്ക് മനസ്സിലൊരു ഇമേജേ മാറിയ ഒരാളാരെന്ന് പറയട്ടെ. മെറ്റയുടെ മീറ്റപ്പിന് പോയപ്പം നിക് ബ്രോ, അതായത് മറ്റേ നിക് വ്ലോഗ്സ് ഇല്ലേ. അലക്സ ഷട്ട് ദ ഫക്ക് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഇവിടെയാണ് ഞാൻ വായിച്ചത് അലക്സയെന്ന്. ആരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ നിക് ബ്രോ ഓടി ടി ടിയിലാണ് വന്നത് കേട്ടാ. ഓടി ടി ടി അറസ്റ്റിൽ വന്നപ്പോൾ എനിക്കൊരു ആഗ്രഹം, വണ്ടി എനിക്ക് എൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ നിക് ബ്രോയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ്, നിക് ബ്രോ എനിക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരുമോ എന്ന്. അങ്ങേര് ആ വണ്ടിയുടെ താക്കോൽ എൻ്റെ തന്നിട്ട് പറഞ്ഞ് നീ ഒരു റൗണ്ട് പോയിട്ട് വരാൻ. സത്യം കിട്ടും. ഞാൻ വണ്ടി ഓടിച്ച് അങ്ങേറെ വണ്ടി. എന്നിട്ട് ഞാൻ വെളിയിൽ കൊണ്ടുപോകാൻ പേടിയായിട്ട് ഞാൻ മറ്റേ ഇതിൻ്റെ ചുറ്റുവിട്ട് കറക്കിയിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്ത്. പുള്ളി പറഞ്ഞു, എടാ കുഴപ്പമില്ല, നീ റോഡിൽ കൊണ്ടുപോയി ഓടിച്ചിട്ട് തന്നാൽ മതി, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കെന്ന് പറഞ്ഞു എന്നോട്. എൻ്റെ ഒരു വണ്ടി എടുത്ത് തന്നു. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഓടി ടി ടി RS ഓടിച്ച്. സത്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ഇതേ മാറിപ്പോയി സത്യം പറഞ്ഞാൽ. ശരിക്കും പുള്ളി എനിക്കങ്ങനെ പേഴ്സണലി അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ല ആളെ. പക്ഷെ പുള്ളി വണ്ടിയുടെ കീ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞ് പോയി ഓടിച്ച് നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയി. ഒരു വിഷയമാണ് അങ്ങേര്. Alexa, play pop songs. ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഏകദന്തനേലം. ഞാൻ ലൈവിൽ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണല്ലേ? Alexa, what's the news? ഇനി ഒരു ചോദ്യം ചോദിക്കാം, ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറയണം. സിംഗിൾ ആണല്ലേ? അതെ. Alexa, when was the Battle of Panipat? Amazon Echo. ബാറ്റിൽ ഓഫ് പാനിപൂരി. അവൻ എന്ത് സത്യം പറഞ്ഞ ചോദിച്ചത്? Amazon Echo. Panipat? When was the Battle of Panipat? പാനിപ്പറ. Amazon അതിപ്പോ ഞാൻ ഇവന്റെ സ്ഥാനത്ത് ഇപ്പൊ എന്റെ അടുത്താണ് ചോദിക്കണമെങ്കിൽ നിന്റെ തന്തോട് ചോദിക്കല്ലേ പറയുള്ളൂ. now. നൈസറാ. ഈ മൂവി കാണുമോ ഈഗിൾ ബ്രോ? ആനിമി നെയിം ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ്. എനിക്കിത് കാണാൻ ഒരു ആംബിയൻസ് തോന്നുന്നതിൻ്റെ അന്ന് ഞാൻ പറയും. അന്ന് നിങ്ങൾ എനിക്ക് നല്ല ആനിമി സജസ്റ്റ് ചെയ്താൽ മതി. ഞാനിങ്ങനെ എൻ്റെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ദിസ് ഈസ് നോട്ട് എ കാർട്ടൂൺ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ബാറ്റിൽ ഓഫ് പാനിപ്പട്ട. എടാ അങ്ങനെ അല്ലടാ, പാനിപത്ത് ബാറ്റിൽ. ഓ ബ്രോ സ്കിപ്പിഡ് ഹിസ്റ്ററി ക്ലാസ് ഒന്നും സത്യം എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് എന്തോന്ന് അറിഞ്ഞൂടാ. വാസോണ്ണൻ റിവീലിംഗ് ദ ട്രൂത്ത്. എനിക്ക് പൊങ്ങൂല കൈസ്, അത് പ്രശ്നമാണത്. ശരിക്കും കൊറേ സാധനങ്ങൾ പൊക്കാൻ പറ്റുന്നുണ്ട്, മലയാളിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അതും പറ്റും. എടാ എനിക്കതില്ല. നിനക്ക് ഈ സമയത്ത് മാത്രം ഇത് എന്ത് പണ്ടത്തെ കോൺവെർസേഷനാണ്? ഈ സമയത്ത് ഇത് ഇവിടെ രണ്ട ആവശ്യം എന്ത് നിനക്ക്? ഇത് പൊങ്ങുന്നില്ല, അത് ഇല്ലെന്ന് പറയണത് അതിനെ പറ്റിയല്ല, ബട്ടണുകളെ പറ്റിയാണ് ഇതിനകത്തെ. നിന്റെയൊക്കെ പ്രശ്നം എനിക്കറിയാം. ഇത് ഏതോ സിംഗിൾ തെണ്ടി വിട്ടിട്ടാണ് ഇത്. നിന്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് അറിയാം കേട്ടാ. പാർട്ട് 2. ഞാനിങ്ങനെ റീൽസ് ഒന്നും ഇങ്ങനെ കാണാറൊന്നുമില്ല. എനിക്ക് അങ്ങനെ എല്ലാത്തിനുള്ള ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട്. എനിക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് അയക്കാം, ആർക്ക് വേണമെങ്കിലും കാണാം, ലൈക്ക് വീഡിയോസ് ഒന്നും കാണാം. എനിക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്തോ പണ്ട്. താല്പര്യം ഈയിടെയായിട്ട് താല്പര്യം കുറഞ്ഞു. മെൻഷൻ ദ ചങ്ക്. റീൽസ് സെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ചങ്ക്. റീൽസ് ഇടല്ലേ ഗൈസ്, ഭയങ്കര ശോകമാണ്. റീൽസ് ഇടല്ലേ പ്ലീസ്. A few moments later. റീൽസ് അയക്കല്ലേടാ, റീൽസ് അയக்க സീനാണ് പ്രശ്നമാണ്.
റീൽസ് വേണ്ട, റീൽസ് പ്രശ്നമാണ്. നൈസ് നൈസ്. ഇടയ്ക്കൊക്കെ ഇടാം, ഇടയ്ക്കൊക്കെ നല്ല റീൽസുകളൊക്കെ ഇടാം, കുഴപ്പമില്ല പ്രശ്നമില്ല. ജവാൻ ഓർ വോട്ട് കൂട്ടത്തിലൊരു അടക്കം ഒതുക്കമുള്ള പയ്യനായിരുന്നു. ഇപ്പൊ നൈറ്റ് ആട്ടമാണ് പരിപാടി. ഇന്ന് ഫ്ലൈറ്റ് ഇല്ലാത്തോണ്ടാണെന്ന്. അണ്ണാ ഞാൻ ചേംബറിന്റെ ട്രേഡ് മാർക്ക് വെച്ച് ചെയ്തതാണ്, കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഫയർ എങ്ങനെയല്ലേ കളിക്കുന്നുണ്ടാവുക? വാലോറന്റിന്റെ മറ്റേ റിയോട്ടിന്റെ അവസാനല്ലേ ഇത്? എന്റെ അമ്മോ, ഇവ എത്ര നേരം എടുത്തിട്ടുണ്ടാവൂടാ. എന്റെ പൊന്നോ, ഈ സാമാനം എടുക്കുന്ന അത്രയ്ക്ക് ഈസിയുള്ള പരിപാടിയല്ല. മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്തോ അവൻ? എത്ര എണ്ണം ഇരുന്ന് അടുക്കി കാണും അവൻ. പക്ഷെ എൻ്റെ അമ്മേ ബ്രോ, കിടിലം സാധനം കേട്ടോ, കിടിലം സാധനം. പനി ഉള്ളപ്പോൾ കഞ്ഞിയാണോ കഴിക്കേണ്ടത്? അറിയാവോ നിങ്ങൾക്കൊക്കെ? അസുഖം വരുന്ന സമയത്ത് പല ആളുകളും കഞ്ഞി മാത്രമേ കഴിക്കാറുള്ളൂ അല്ലേ. പക്ഷെ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതിനാണ്. ഒന്നും കഴിക്കാതിരിക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കഞ്ഞി കുടിക്കുന്നത്. പക്ഷെ കഞ്ഞി എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ്. നമുക്കത് മാത്രം പോരാ, നമുക്ക് പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഞ്ഞിയോടൊപ്പം തന്നെ പയർ പുഴുങ്ങിയത് കഴിക്കുക, മുട്ട ചിക്കി കഴിക്കാം, മുട്ട പുഴുങ്ങിയത് കഴിക്കാം, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കഴിക്കാം. ടേസ്റ്റ് പാടാണ്, കാരണം ടേസ്റ്റ് ബഡ്സ് ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ഇല്ലാന്ന് തന്നെ തോന്നും. പക്ഷെ കഴിക്കണം, കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു അസുഖ വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കണമെങ്കിൽ ആന്റിബോഡി ഉണ്ടാവും. ഈ ആന്റിബോഡി ഉണ്ടാവണമെങ്കിൽ ഈ വൈറ്റമിൻസും മിനറൽസും ഒക്കെ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വയറ് ദഹിക്കില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മയാണ്. കാരണം നമ്മുടെ വയറിന്റെ pH എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആസിഡാണ് നമ്മുടെ വയറിലുള്ളത്. 1.5 to 2.5 നല്ല ദഹനരസത്തിന് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. മനസ്സിലാക്കിയിരിക്കുക, മറ്റുള്ള ഇൻഫോർമേറ്റീവ്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുക. കഞ്ഞി മാത്രം കുടിച്ചാൽ പോരാ, കഞ്ഞിയുടെ കൂടെ വല്ല പയർ കഴിക്കാതോ മുട്ടയോ മുട്ടത്തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിക്കാം. ഞാൻ പനി വരുമ്പോൾ കഞ്ഞിയുടെ കൂടെ മുട്ട എനിക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അന്നേരം ഞാൻ മമ്മിയെ കൊണ്ട് മുട്ടത്തോരനാക്കി വയ്ക്കും, മറ്റേ വെളുത്തുള്ളിയും ഇതൊക്കെ ഉപയോഗിച്ച് കഴിക്കും. അതെനിക്കിഷ്ടമാണ്. സോ അപ്പം ഇനി പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾ കഞ്ഞി മാത്രം കുടിക്കാതെ കുറച്ചൊക്കെ പ്രോട്ടീൻസും മിനറൽസും ഒക്കെ ഉള്ള ഫുഡ് കൂടി അതിനകത്തോടി ആഡ് ചെയ്യുക. ഓക്കെ, ശരിയല്ലേ അണ്ണ? സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ടൈം പാസിന് വേണ്ടി നോക്കുന്നവന്മാർക്കെല്ലാം 2-3 ലൈൻ സെറ്റ് ആവും. പെട്ടെന്ന് ലൈൻ സെറ്റ് ആവും. അവന്മാരാണെങ്കിൽ അത് മൂഞ്ചിക്കുകയും ചെയ്യും. അതിന്റെ ഒരു ലൈനിന്റെ റിലേഷന്റെ കൂടെ തന്നെ വേറെ റിലേഷനും കൊണ്ടുപോകും. അതുപോലെ ഓണസ്റ്റ് ആയിട്ട് നോക്കുന്ന പയ്യന്മാരോ കേരളത്തിൽ ഓണസ്റ്റ് ആയിട്ട് നോക്കുന്നവന്മാർക്ക് ഒന്നും റെഡി ആവില്ല. അവന്മാര് മൂഞ്ചി തെറ്റിയിരിക്കും. സത്യല്ലേ? സത്യം. കോളേജിൽ പോകാറുണ്ടോ നീ കോളേജിൽ പോകാറുണ്ടോ നീ? അവൻ 19 വയസ്സായിട്ടേ ഉള്ളൂ. അവനിപ്പോഴും പെണ്ണിന്റെ കാര്യം പറഞ്ഞ് അവനെ മറ്റേ ഇതാക്കിക്കൊണ്ടിരിക്കണ്. അടിച്ച് തിരിക്കണം അവനെ. അവൻ കോളേജിൽ പോകാറില്ല. അവ ഇരുന്ന് മോട്ടിവേഷൻ കൊടുക്കണോ നാട്ടുകാർക്ക്? പുറകിൽ മറ്റേ ഓമൽ കൺമണിയുടെ മറ്റേ ബാക്ക്ഗ്രൗണ്ട് വിട്ടിട്ട് അവനിരുന്ന് മോട്ടിവേഷൻ കൊടുക്കണം അവൻ. പക്ഷെ അവൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ. പ്രോട്ടീൻ പൗഡർ മതിയാവുന്നു കഞ്ഞിക്കകത്ത്. എടാ അവനെ ഉണ്ടല്ലോ, അവനെ പിടിച്ച് കുനിച്ച് നിർത്തി 2 കീറ് കൊടുത്ത് പറഞ്ഞു വിട്ടേ അവനെ, കഞ്ഞിയുടെ കൂടെ പ്രോട്ടീൻ പൗഡറാണ്. പക്ഷെ അവൻ പറഞ്ഞത് ശരിയാണ് കേട്ടാ. ശരിക്കും ആള് ഞാൻ പറഞ്ഞില്ലേ, അവൻ ഒരു മൂഞ്ചനാണെന്നുണ്ടെങ്കിലും പക്ഷെ പറഞ്ഞ കാര്യം 100% ശരിയാണ്. അവരെല്ലാം അങ്ങനെയാണ്. കുഴപ്പമില്ലടാ. നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാത്തിരിപ്പുണ്ടായിരിക്കും. വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെൻറ്റ്. വരും. മനസ്സിലായ? എങ്ങനെയുണ്ടാ? കൊള്ളാം. ജസ്റ്റ് ട്രൈ. ഫോണ്ട് കവർ കൊള്ളാടാ, നൈസ്. എന്ത് പ്രോട്ടീൻ പൗഡർ എന്നോ?
അപ്പായി 5 അപ്പായി നോക്കട്ടെ. ഫൈവമിൻ്റെ മറ്റേ സ്റ്റാഫുകളാണ് കേട്ടോ. അവർ മറ്റേ ഇവരെല്ലാവരും ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇവരൊക്കെ മറ്റേ അവിടെ ഫൈവമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടും. അതായത് അപ്ഡേറ്റ് ആവുന്നതിന്, അതായത് ഇത് അപ്ഡേറ്റ് ആവുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇവരുടെ ഫോണിൽ മെസ്സേജ് വരും. 5M അപ്ഡേറ്റഡ് ആയി, ഈഗിളുടെ ലൈവിൽ പോയിട്ട് പറ, 5M കയറാൻ പറ, ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ട. പക്ഷെ എൻ്റെ പൊന്നു ബ്രോ കിടിലം. ഞാൻ ആ ഒരു ഇതിലിരിക്കുകയാണ് ബ്രോ. ഇതെനിക്ക് കൊറിയർ അയച്ചു തരണം കേട്ടാ ബ്രോ. ഷബാസ് ആർട്ട് ബ്രോ, ഇതെനിക്ക് കൊറിയർ അയച്ചു തരണം പ്ലീസ്. ദിലിൻ ദിനേശൻ, മാനസം, പുന്നമൂട്, കൂടൽ PO, പത്തനംതിട്ട 689693 പിൻകോഡ്. ഫ്രെയിം ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട, ഇതെനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ഫ്രെയിം ചെയ്തോളാം. താങ്ക് യു സോ മച്ച് ഷബാസ് ആർട്ട് ബ്രോ. കിടിലൻ ഡീറ്റെയിലിങ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇജാതി കിടിലൻ ഫോട്ടോ. എനിക്ക് ഇവിടെ ഉള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോ തന്നെയാണ്. കിടിലം. താങ്ക് യു സോ മച്ച്. ഇവരെ വെറുതെ അല്ല ഇവിടുന്ന് പറഞ്ഞു വിട്ടേട്ടാ. ഓണറാ ബ്രോ ഈസ് കുക്കിംഗ് എന്ന്. ലെറ്റ് ഹിം കുക്ക് എന്ന്. എടാ എന്റെ അമ്മേ. അവന്റെ ആർമി നോക്ക്. ഇജാതൊക്കെ. അയ്യോ S23. അയ്യോ ഇവിടെ കാണുമ്പോ അതാണ് ഓർമ്മ വരേ. നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യം എന്തിന്? എടാ ഇത് കാണുന്ന എത്ര പേർക്ക് വിഷമാണെന്നറിയോ? സിംഗിൾ ആയിട്ടുള്ള നീ കുഞ്ഞു കളിക്കണ, നീ ആൾക്കാരുടെ ഫീലിംഗ്സ് വെച്ച് കളിക്കില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിന്റെ അടുത്ത്. വെറുതെ വീട്ടിൽ ടാങ്ക് കളിക്കിയതും കുടിച്ച് ചുമ്മാ ഇരുന്ന് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കണം ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇത് കാണുമ്പോൾ വിഷമം വരും. ഇന്നെ പോലെ സിഗ്മ മെയിൽ എന്ന് പറഞ്ഞു നടക്കുന്ന എല്ലാ അമ്മമാരുടെയും അവസ്ഥ ഇതാണ്, മനസ്സിലായ? പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള എനിക്ക് നിന്റെ അടുത്ത് തന്നെയാണ് ഈകളെ പറയാനുള്ള. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്തെങ്കിലും പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് പാടിക്കൊടുക്കും. കല്യാണം കഴിച്ചിട്ട് ഒരു കഴിവും ഇല്ലാതെ ഇരുന്നിട്ട് ഭർത്താവിന് നാളെ വന്നിട്ട് പാട്ട് പാടി തരാൻ പറഞ്ഞാൽ ഞാൻ ഇനി എന്തോ പാട്ട് പാടിക്കൊടുക്കും. അത് കഴിവില്ലാത്തത് എപ്പോഴും ഒരു പ്രശ്നമാണ് ഇല്ലേ. അത് എന്ത് പറയാൻ പറ്റും? അത് മറ്റേതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുത്താം. ഇത് കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലേ അല്ലേ? ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ കഴിവില്ലാത്തവർക്ക്? കഴിവില്ലെങ്കിൽ എന്താ? S23 ഇല്ലേ? ഉണ്ണാൻ S23, ഉടുക്കാൻ S23. അവളുടെ S23 ഇതെന്താണ്? ശരിച്ചിട്ട് എലിയാ? എൻ്റെ പല്ല അങ്ങനെയാണോ? ഏയ് ഹോൾസെയിൽ വിൽപ്പന. എന്റെ ഗെയിമിംഗ് റൂം എങ്ങനെയുണ്ട്? എന്റെ ഗെയിമിംഗ് റൂം ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ ഒരു സെക്കൻഡ്. കൊള്ളാം, അടിപൊളി. താങ്ക് യു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ അങ്ങനല്ല ചോദിക്കണ്ടേ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിംഗ് അങ്ങനെയാണ് ചോദിക്കേണ്ടത്. വാട്ട് ഡു യു ഡു ഫോർ എ ലിവിംഗ്? ഞാൻ പ്രൊഫഷണൽ വീഡിയോ ഗെയിമർ. സ്ട്രീമർ, പ്രൊഫഷണൽ വീഡിയോ ഗെയിമർ പ്ലസ് സ്ട്രീമർ. ഞാനൊരു സ്ട്രീമറാണ്. ഇത്രയും വിവരമില്ലാത്ത പെമ്പിളാരുണ്ടോ ഇവിടെ? നോക്കി മേളിലും താഴെ ഒരു സിനിമാറ്റിക് ക്രോപ്പ് വരെ വന്ന സാധനത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഞാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് റിയൽ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും. ക്രിയേറ്ററാണ് ഞാൻ. എന്റെ ഗെയിമിംഗ് റൂം ഒക്കെ ഭയങ്കര ഫേമസ് ആണ്.
അവിടെ എന്താ ചെയ്യുന്നത്? ഹെവൻ എന്നാണ് എന്റെ ഗെയിമിന്റെ പേര്. അയ്യോ ഇടയ്ക്ക് ഇടയ്ക്ക് എന്റെ ചേട്ടൻ വന്നിരുന്നത് അതാണ് ഇഷ്ടമല്ലത്. ഓ ചേട്ടന്റെ ഒരു ഈഗിൾ ഗെയിമിംഗ് എന്നാ ഇടയ്ക്ക് ചേട്ടൻ വന്ന് അതാണ് ഏറ്റവും വലിയ ശോകം. ഇടയ്ക്ക് വരിഞ്ഞേറി ഒരാള് കഴിവേറി. ഏട്ടൻ ഇപ്പൊ പാല് മേടിക്കാൻ പോയി. നിന്റെ അച്ഛനാണ് പാല് മേടിക്കാൻ പോയത്. അവന്റെ ഇതൊക്കെ വിശ്വസിച്ച് സംസാരിച്ചോണ്ടിരിക്കണതാണ് ഞാൻ പറയണത്. നോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നീയൊക്കെ ഫുള്ള് കാണേ. ഏതാണ് ഫുള്ള് കാണണ്ടേ? ഫുള്ള് കണ്ടല്ലോ. ഫുള്ള് കണ്ടല്ല. ഇതൊന്ന് 3D ആക്കി തരാമോ? ഒരു നല്ല ചിത്രകാരൻ, ഇതൊന്ന് 3D ആക്കി തരാമോ? ഒരു നല്ല ചിത്രകാരന്, ഒരു നല്ല ശില്പിക്ക്, ഒരു നല്ല എഡിറ്ററിന് എന്തിനു വേണമെങ്കിലും അവന്റെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റാൻ കഴിയും. അത് അവന്റെ കഴിവിനേക്കാൾ ഉപരി അവന്റെ മൈൻഡ് സെറ്റ് ആണ്. പണ്ടപ്പോഴോ കണ്ടുമറന്ന മൂവി സീക്വൻസുകൾ ട്രോളുകളാക്കുന്ന ട്രോളന്മാർ മുതൽ എഫക്റ്റുകൾ ഒരു പാട്ടിന്റെ താളത്തിനൊപ്പം അണിനിരത്തി രോമകൂപങ്ങളെ കൊണ്ടുപോലും സെലൂട്ട് അടിപ്പിക്കുന്ന വീഡിയോ എഡിറ്റേഴ്സ് വരെ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. ഈ സാധനം കൊള്ളാലേ. നീ ഒരു മണ്ടനല്ല, അതെനിക്കറിയാം. ഞാൻ മണ്ടനല്ലെന്ന് എനിക്കറിയാം. എനിക്കിത് പിയുടെ ആവശ്യമുള്ളതായിട്ട് സജിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാ? എനിക്ക് തോന്നിട്ടുണ്ടല്ലേ? ഓ, സജിന്റെ നൻപനാണ്, പി അല്ല. പക്ഷെ എനിക്ക് ഒരാളുടെ പേര് മാത്രമേ ആവാൻ പറ്റുള്ളൂ. എഗ്രിമെന്റിലുണ്ട്. അല്ല, ഞാനതിനെ കുട്ടിയോട് ചോദിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ സിഗ്മ പിള്ളേരെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇങ്ങനത്തെ ചീപ്പ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യരുത്, പകരം താഴ്ത്തണം. നമുക്ക് താഴ്ത്തണം, ഇതായിട്ട് താഴ്ത്തണം. മനസ്സിലായ? ഇതൊരു സിഗ്മ ഇതാണെന്ന്. ഇങ്ങനെ സിഗ്മ പറയുമ്പോൾ ലൈക്ക് പെൺകുട്ടികൾ നാണം കെട്ടാലും കുഴപ്പമില്ല, ആ ചേട്ടായി കൊള്ളാം എന്നുള്ളൊരു തോട്ട് പിന്നീട് മനസ്സിൽ വരും. പക്ഷേ ഇവനെയൊക്കെ നമ്മൾ താഴ്ത്തണം. മനസ്സിലായ? താഴ്ത്തിയേക്കണം. അപ്പോഴത്തേക്കിന് നിന്റെ അടുത്ത അവള് കാര്യം കൊച്ചു കാര്യം നോർമലായിട്ട് പറഞ്ഞ് 2 പേരുടെ ആവാൻ പറ്റത്തില്ലെന്ന്. അതിനിപ്പോൾ എന്തിനു വേണം അല്ലേ? അങ്ങനെ തന്നെ പറയണം. ഇവനെയൊക്കെ താറ്റി വിടണം. ഇവനെയൊക്കെ ഗിഫ്റ്റ് ടു ഇസക്കുട്ടി ആൻഡ് സരക്കണ്ണൻ. ഓ നൈസറാ. ഐ ആം ഫോക്ക്. നൈസ് ബ്രോ. നല്ല രസമുണ്ട്. എന്താ ബ്രോ, മൊടയാണോ? ഓയ് ഹായ്. എടാ നിങ്ങള് മുഖം കാണിക്കടാ. ഇല്ല ബ്രോ, ഫാനൊന്നും ഇല്ല. അത് കുഴപ്പമൊന്നുമില്ല, ഫാൻ ഇല്ലെങ്കിൽ ഇത് മുഖം കാണിച്ചൂടെ? ഞാനും അതെ ഈഗിളിന്റെ. നമ്മളെല്ലാരും ഈഗിളിന്റെ. ഹലോ ക്രിക്കറ്റ് കളിക്കാനാ? അതിന്റെ ഇടയ്ക്ക് അല്ലല്ല ഫുട്ബോൾ ഒരു ഗ്രൗണ്ട് എന്ന് പറയുമ്പോ ഫുട്ബോളും ആകണം. ഇങ്ങനെ ഒരു കാലം വരണം. ഇങ്ങനെ കുറെ കൊണയന്മാരുണ്ട് കേട്ടാ. ഇവനൊന്നും ഒരു കാര്യം പറയാം, അറ്റ്ലീസ്റ്റ് മോൻ പോലും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ കൊണപ്പിന് ഭയങ്കര ഇതായിരിക്കും. നമ്മൾ മോക്കാണ്. ഞാൻ അതുകൊണ്ട് ഈ സാമാനത്തിൽ കയറാത്ത കേസ്. എനിക്കറിയാം എന്നെ കണ്ടുകൂടാത്ത 1000 എണ്ണം ഉണ്ട്. വെറും കുറേ ചൊറിയന്മാരുണ്ട് ഇതിനകത്ത് കുറേ. അതുകൊണ്ടാണ് ഞാൻ ഈ സാമാനത്തിൽ കയറാത്തത്. അറ്റ്ലീസ്റ്റ് മുഖത്തോടെ മുഖം നോക്കി പറയാൻ ധൈര്യമുള്ളവന്മാരാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷേ ഇത് ഇരുട്ടത്ത് ഇരിക്കും സാമാനം കാണിച്ചിരിക്കണവന്മാർ കുറേ എണ്ണം. പിന്നെ എന്താ പറയുക, മുഖം പോലും കാണിക്കാൻ പറ്റാതെ കിന്നിരിക്കാൻ വരുന്ന കുറേ ആളുമാർ അതിനകത്ത് വേറെ അല്ലാതെ. പിന്നെ ഒരു ഇതുമില്ലാതെ ഈ ഇരുട്ടത്തിരുന്നിട്ട് മെസ്സടിക്കാൻ വേണ്ടി കുറേ എണ്ണന്മാർ വരും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറാത്തത്. സത്യം പറയാമല്ലോ, ഇതിനകത്ത് കയറാത്ത അതുകൊണ്ടാണ് ഞാൻ. എനിക്ക് ഒരു ഇതില്ല, കുറേ എണ്ണമുണ്ട് ഇതിനകത്ത് വലിയ സുഖമുള്ള ഭയങ്കര പ്രശ്നമാണത്. അതുകൊണ്ട് അതിനകത്ത് കയറാത്തത്. എടാ നൈസറാ, ഇത് അടിപൊളിയാണ്, നല്ല രസമുണ്ട് ഈ ഫോട്ടോ. സിൽക്കി നൈസ്. You guys don't have any help for me? You guys don't have any help for me? I'm unhelpable. ഓക്കെ, നമുക്ക് കാണുമ്പോൾ നല്ല രസമായിരിക്കും ഈ കിളിയൊക്കെ പോയിട്ട്. ഈ പറക്കിളി ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയൊക്കെ പോയി നേരെ ഭിത്തിയിലടിച്ച് മൂക്കയിലൊക്കെ വന്ന് ഇടിച്ച് പൊട്ടിത്തെറിക്കും. അതാണ് പറ്റാത്ത. ഇത്
ഇത് ഈഗിൾ ഫാൻസ് ആണത്. പിന്നെ കോപ്പാണ് എനിക്ക് ചുമ്മാ പറയണതാ. ഇപ്പൊ മെന്നെ താറ്റാൻ വേണ്ടി എൻ്റെ പേര് ഞാനാണെ പറയും കാസ്ട്രോ ഫാനാണത്. കാസ്ട്രോ ആണെങ്കിൽ പറയും അവിടെ ചെന്നിട്ട് അടുത്തത് പറയും. ചുമ്മാ ആണ്, വെറുതെയാ. പക്ഷേ ഈ നമ്മളെവിടെയാണ് പറക്കളി. ഇതിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഇത് വല്ലാത്ത പ്രശ്നമാണ്. ഇത് കളിച്ച് നോക്കിയാലേ മനസ്സിലുള്ളൂ. ജോക്കി കളിക്കും നന്നായിട്ട് കേട്ടാ. ജോക്കി ഈ സ്കൈ നന്നായിട്ട് കളിക്കും. കീപ് ഹാർഡ് വർക്കിംഗ് ഗൈസ്. നമ്മൾ വിചാരിക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് കുറെ കാശുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ അവിടെ കഷ്ടപ്പെടും. ഞാനൊക്കെ പേഴ്സണലി വിചാരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കുറെ കാശ്. പക്ഷെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല കാര്യം. നമ്മൾ പണത്തിന്റെ വിലയും നമ്മുടെ കഷ്ടപ്പാടിന്റെ വിലയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കണം. നമ്മുടെ വീട്ടിലുള്ളവരുടെ കാശ് കണ്ടോണ്ടോ അല്ലെങ്കിൽ അവർക്ക് കാശില്ല എന്ന് പറഞ്ഞാൽ അവരെ പഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കും കുറേ നാൾ കഴിയുമ്പോൾ. സത്യം. പക്ഷേ കാശുള്ളതെന്ന് പറഞ്ഞാൽ വീട്ടുകാരെ പഴിക്കാറില്ല. പക്ഷെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനൊരു ബില്യഡർ ആയിരുന്നെങ്കിലെന്ന്. ബില്യഡേർന്നത് വേണ്ട, എന്നാലും പറയാം. ഒരു സമയത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഗൈസ്. മറ്റേ ഫീസൊക്കെ അടയ്ക്കാൻ പോലും കഴിയില്ലാത്തൊരു സമയത്ത് ആലോചിച്ചിട്ടുണ്ട് കുറച്ചും കൂടിയൊക്കെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നെങ്കിലെന്ന്. പക്ഷെ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷേ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. അതെല്ലാവരും, ഞാനെന്നല്ല, ഈ പറയണ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ നമ്മുടെ അച്ഛനമ്മമാരെ ഒന്നും ബ്ലെയിം ചെയ്യാതെ അവർക്കെങ്കിലും നല്ലൊരു ഫൈനാൻഷ്യൽ കണ്ടീഷനിലല്ലേ ഉണ്ടായിരുന്നൊരു പാസ്റ്റ് ആയിരിക്കണേ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേര് നമ്മളിടയ്ക്ക് ഒത്തിരി പേരുണ്ടാവും. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സത്യമായിട്ട് ഞാൻ പറയാം. അത് പറയല്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറച്ചും കൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ അല്ലെ ആയാൽ കൊള്ളായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. വീടില്ല, ഉറപ്പാണ്. ഞാൻ കറക്റ്റാ കേട്ടാ. നീ ഒന്ന് സൈഡിലോട്ട് ചരിഞ്ഞില്ല. ആ ഇപ്പൊ സെറ്റ് അല്ലേ? ഇവരെന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യണമെന്ന് ആർക്കെങ്കിലും അറിയോ? നീയേ ഇത് കറക്റ്റാ, ഞാൻ ശരിയാക്കി തരാം. ഇത് നമ്മള് റിവേഴ്സ് എടുത്തിട്ട് അങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരണം. പുല്ല് വെട്ടുന്നതിനെ പറ്റിയാത്തോ പറയണേ. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. ഹി ഫിനിഷ്ഡ് ദിസ് ഗെയിം ഇൻ 22 minutes ഉള്ളി. നമുക്ക് കാണിച്ചു കൊടുക്കണം അണ്ണാ. 22 മിനിറ്റിലാ? ഇവന്റെ ഒക്കെ ഈ ക്യാരക്ടർ എന്ത് കൺട്രോൾഡ് ആയിട്ടാ പോണേ. എൻ്റെ മറ്റേ ഏക്കണ വെച്ച് ഇങ്ങനെയൊക്കെയാണ് നടക്കണ ഇടക്കിടക്ക്, ഇങ്ങനെയൊക്കെയാണ് നടക്കണ ഇടയ്ക്ക്. അത് കാണുമ്പോ തന്നെ പൊളിയോ. അത് കണ്ട, അവന്റെ ഒന്നും ഒരു പ്രശ്നമില്ല. Ya Tuhan, berikanlah aku keberuntungan untuk melewati naga ini. It's important to you. Be your own savior while you can. ഇത് ഏത് ഗെയിമാണ് കളിക്കണേ? Teori mendoakan guys ya. ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതിനകത്ത്? Teori mendoakan yang lagi kesulitan. It works man. Okay, let's do it bro. Let's do it man. Congratulations. Let's go. 2-2. Bam. 22 മിനിറ്റില് ഒന്നും പറയല്ല. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു. കടലമുട്ടായി വാങ്ങി. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞവനായ കാസർഗോഡ്. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോ കാതിലെ കടുക്കനിട്ട് കാശുമായി അവൻ അടുത്തേക്ക് വന്നു. എടാ സംഗതി ഈ സാധനം ഇപ്പൊ നമ്മളൊരു ട്രോളായിട്ടാ കണ്ടെങ്കിലും ഉണ്ടല്ലോ, പണ്ട് ഈ പടം കണ്ടപ്പോ ഈ ഡയലോഗിൽ ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടും. ഇത് അത്രയ്ക്കും മറ്റേ ഡീപ്പ് ഇമോഷൻ വരുന്ന ഒരു ഡയലോഗ് സീനായിരുന്നു സത്യം പറഞ്ഞ. ഡയലോഗും അതേപോലെ തന്നെ സീനും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പടം കണ്ടിട്ട് ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് അതിനകത്ത്. അല്ലേ, നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഈ സാധനം പണ്ട്? അയ്യോ, അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയായിരുന്നു ആ സമയത്ത്.
We all need a shoulder to lean at a point of time. ആണിനാണും പെണ്ണിന് പെണ്ണും തന്നെ വേണം, അല്ലാണ്ട് ഒരാള് മാത്രം മതി എന്നുള്ള ഒരു ജീവിതമല്ല. അത് നമുക്ക് ജീവിതത്തിൽ അങ്ങനെ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ നമ്മൾ മറ്റേ സിഗ്മ മെയിലാ മറ്റേതാ മറിച്ചതാ അല്ലെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഏതൊക്കെ പെമ്പിളേർ സം പോയിന്റ് ലൈക്ക് വി വിൽ നീഡ്. സത്യയുടെ ഇവളുടെ വായിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു സാധനം കേൾക്കണത്. സത്യം പറയാമല്ലോ, ബാക്കിയെല്ലാം ഇത് പറഞ്ഞത് ഭയങ്കര കാര്യമാണ്. അത് ഇപ്പോഴത്തെ പിള്ളേരിൽ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മറ്റേ ഈ തൊപ്പിയുടെ ന്യൂസൊക്കെ വന്നപ്പോഴത്തേക്കിന് കുറേ പിള്ളേരൊക്കെ പറഞ്ഞിട്ടില്ലേ മറ്റേ സിഗ്മ ട്രീറ്റ് ചെയ്യണ രീതി എന്നൊക്കെ പറയണില്ലേ. പെൺപിള്ളേരിൽ എന്തോ ഭയങ്കര വെറുപ്പുള്ള ഒരു രീതിയിലോട്ട് കുറേ കൊച്ചു പിള്ളേരൊക്കെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യണത് ഈ ഇടയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. സത്യമാണ് പറഞ്ഞത്. ആണിനാണും പെണ്ണിന് പെണ്ണും തന്നെ വേണം ഇവിടെ, അല്ലാതെ ഒന്നും നടക്കില്ല. ഒന്നും മനസ്സിലായ? ഒന്നും മനസ്സിലായോ സാറേ? ഞാൻ പല്ലിന് വരെ പുട്ടിയിടുന്നുണ്ട്. എന്തിയേ ഞാൻ ആമാശയത്തിലോട്ടും പുട്ടി ഇറക്കി വിടുന്നുണ്ട് വെളുക്കാൻ വേണ്ടി. നിനക്ക് വയ്യേ? ഇടോടാ, ഞാൻ ഇനിയും പുട്ടി ഇടോടാ. പറഞ്ഞു നന്നാക്കാൻ പറ്റില്ലെന്ന് അറിയില്ലടേ ചാറ്റിലുള്ളവർക്കൊക്കെ. അണ്ണം ബാക്ക് ടു മോട്ടിവേഷൻ. ഞങ്ങക്ക് പെണ്ണില്ലടാ. പഴയത് അവള് പീപ്പിൾ ഇൻ യുവർ ലൈഫ് ആർ ടെമ്പററി ബട്ട് ടാറ്റൂസ് ആർ പെർമനന്റ്. ഏത് മോട്ടിവേഷൻ ആക്കാം. എന്തൊരു ഇതിടാ ഇതിന്റെ വീഡിയോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലടാ. ഇതിന്റെ ഫുൾ ഓർമ്മയുണ്ടോ? ആടാ ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേടാ. ഇത് മറ്റേ വാഗമണ്ണ് നടന്ന് ഒരു ഫെസ്റ്റിന്റെ ഇതായിട്ട് അന്ന് പോയി പാട്ട് പാടിയതാണ്. എടാ ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ അയച്ചു തരണേ ബ്രോ. instagram@gmail.com. ഡിലേ ഉണ്ട്. ഡിലേ എന്ത് ഡിലേ? എന്നാ സൗണ്ട് ഡിലേ ഉണ്ട്. സൗണ്ട് ഡിലേയോ? DC സൗണ്ട് ഡിലേ. എടാ അതെന്തൊരു ഈ ടാറ്റു അടിച്ചിട്ട് ഉടുക്കത്തെ ചൊറിച്ചിൽ ഭയങ്കര. പക്ഷെ ചൊറിയാനും പറ്റൂല. താങ്ക് യു ബ്രോ. ഡ്രോയിങ്. താങ്ക് യു സോ മച്ച് ബ്രോ. കൊള്ളാം. താങ്ക് യു. അവളുടെ മുഖം വരച്ചിട്ടില്ലേ? അവൾക്ക് മുഖം ഇല്ലേ? എനിക്ക് ആദ്യം ഒരു ക്രഷ് ഉണ്ടായിരുന്നു ബാബു. നമ്മൾ കണ്ട വീഡിയോ അല്ലേ? നീ ചുമച്ചപ്പോ ആ കാറ്റടിച്ചിട്ട് ഒരു എലിയുടെ വെപ്പോലെ ഊരി തള്ളിക്കറ്റിട്ട് നമ്മൾ കണ്ട വീഡിയോ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അണ്ണൻ ആരായി? നമ്മൾ കണ്ടല്ലേ? ഏട്ട പാല് മേടിക്കാൻ പോയി കടയില്. റോസിയുടെ ചിരി. ഇതാണ് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ്. കണ്ണമ്മോൻ എന്ത് ഓ ഇത് മറ്റേ അന്നത്തെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അണ്ണാ ഇതിനൊരു ലൈക്ക് ഇട്ട് ഒരു ഇൻസ്റ്റയിൽ. ഇറ്റ് മീൻസ് എ ലോട്ട് അറ്റ് KArt ബ്രോ. ഇത് എന്താടാ വരച്ചു വെച്ചിരിക്കണേ? ഇത് നോക്കിയേ ഗൈസ്, ഇത് സൂം ചെയ്യാൻ പറ്റൂലേ? എനിക്ക് ഇത്രയും മീശയോ കട്ടി മീശയൊക്കെ വരച്ചു വെച്ചിരിക്കണ്. ഇതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് എന്താണ്? ഇതിന് ലൈക്കോ കമൻറ്റ് കൂടി ഷെയറും ചെയ്യും ഞാൻ. എനിക്ക് ഇത്രയും വലിയൊരു മീശ ആരും ഇതുവരെ വരച്ചു തന്നിട്ടില്ല. കിടിലം ബ്രോ. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട് അറ്റ് KArt ബ്രോ. ഇതെനിക്കൊന്ന് കൊറിയർ അയച്ചു തരുമോ? ഇതെനിക്ക് വീടിൻ്റെ വാതൊക്കെ വെക്കാനാണ്. വീടിൻ്റെ വാതൊക്കെ വെക്കണം. മീശയുള്ളൊരു പയ്യനകത്തുണ്ട്, മനസ്സിലായോ? കിടുക്കാച്ചി സാധനം ബ്രോ, ഒരു രക്ഷയില്ല. അറ്റ് KArt ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ദിലിൻ ദിനേശൻ മാനസം പുന്നമ്മോട് കൂടൽ PO പത്തനംതിട്ട 68 ബ്രോ അയച്ചു തരണം കേട്ടാ. ഫ്യൂച്ചർ പിക്ക് അത്. ഹൗ ടുഡേസ് ഗെയിമേഴ്സ് നോ ഹിം?
പഴയ സ്ട്രീംസ് ഒക്കെ എല്ലാ ടെലിഫോണും തല്ലിപ്പൊട്ടിക്കുക. കളിക്കുന്ന ഉണക്കത്തിട്ട് 2 മണിയായി എന്ത് നോക്കിയിരിക്കുക? 1300 പോയി കിടന്ന് ഉറങ്ങി. ശരിക്കും. ഹലോ സാറേ, വണ്ടി സാറേ, കാർ റോബറി, വണ്ടി നിർത്തണം സാറേ. ഇത് റോബറി ചെയ്ത വണ്ടിയല്ല, നമ്മള് പുതിയ വണ്ടിയാണ്. നമ്മള് സറണ്ടർ ചെയ്തില്ല സാറേ, സറണ്ടർ ചെയ്തില്ല സാറേ. എനിക്കറിയില്ല സാറേ ഡയറക്റ്റ് പിറ്റിങ്ങാണ് സാർ, ഡയറക്ട് പിറ്റിങ്ങാണ് സാറേ. സാറേ പറ്റേ പിറ്റിയെ നോക്ക്. ഭയങ്കര ആടാണ് അയാളെ. ഞാൻ അവരോട് പറയാം, എൻ്റെ സൈഡിൽ നിന്നുള്ളത് പറയാം, അടുത്ത മീറ്റിങ്ങിൽ പറയാം. 144 ബി എഡിറ്റ് പരുന്തു വാസു, താങ്ക് യു സോ മച്ച് ബ്രോ, നൈസ്. ഇതെല്ലാം TKRPയിലെ വീഡിയോസ് ആകുന്നത്, കുറച്ച് പഴയതാണല്ലോ ഇവരുടെ ഒരു ഇറ്റ്സ് TV പിക്ചേഴ്സ്. ഇതൊക്കെ മറ്റേ TGയുടെ സിറ്റുവേഷൻ ഒക്കെ അന്നത്തെ കുറച്ച് മേളത്തെ ആണല്ലോ നമ്മൾ നോക്കണല്ലേ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ആക്കണേ അണ്ണ. താങ്ക് യുടാ. kuppy@c.inc. Content related to KV and TG is strictly prohibited. Posting such contents will lead to permanent ban from the server. Permanent ban. Tony. അണ്ണോ കൈ പിടിച്ച് ജയിച്ചതാണ് അവൻ. ഇതിന്റെ കൈ പിടിച്ച് ജയിച്ച സത്യം ഞാൻ പറയാം. രണ്ട് സീനുണ്ട്, ഇത് ഇതൊക്കെ കണ്ണാപ്പി പിടിച്ചു വെച്ച കൈ പിടിച്ച് ഞാൻ അറിഞ്ഞ പോലെയല്ല. അറിഞ്ഞില്ലടാ, ഈ ഗ്രൂപ്പ് അറിഞ്ഞില്ല. അറിഞ്ഞൂടാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ മണിയിലെ അടി. ബെസ്റ്റ് ഹെലി ഡ്രൈവർ ഇൻ സിയോൺ സിറ്റി. ബുള്ളറ്റ് ഒക്കെ നാട് വിട്ടുന്നാ കേട്ടെ. ഓക്കെ, ഇന്നലെ ഞാൻ ഹെലികോപ്റ്റർ ഓടിച്ചു കഴിഞ്ഞുണ്ടല്ലോ, TV മാറിക്കും. ഇനി TV ബുള്ളറ്റിന് ഈ ബ്രൈറ്റ് ഫോക്സ് നിങ്ങൾക്ക് പേര് വന്നത് തന്നെ ഇവളുടെ പറയല്ലേ വീട്ടിനകത്തിരിക്കുന്ന ലൈറ്റുകൾ കാരണമാണ്. സത്യം പറയാം, ഇവളെ ഇങ്ങനെ കാണുന്നത് തന്നെ അതിൻ്റെ അങ്ങനെയാണ്. ഇവളുടെ വീട്ടിൽ പവർ സ്റ്റേഷനാണ് ഇരിക്കണം, പവർ സ്റ്റേഷൻ. ഇവളുടെ വായ്ത്താളത്തിന് ഒരു കുറവുമില്ല. പേടിച്ച് ആ കിരൺ ചേട്ടനെ സമ്മതിച്ചു കൊടുക്കണം. എങ്ങനെ സഹിക്കണം അല്ലേ. LG TV HQ+ 4K എന്നാ. ചന്ദ്രൻ ഈയിടെയായിട്ട് കുറച്ച് PR വർക്ക്സ് അധികം ചെയ്യണുണ്ടല്ലേ. ഇതൊക്കെ അവൻ തന്നെയാണെന്നൊരു സംശയമുണ്ട്. കുറച്ച് അധികം ഇല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ട്രോൾസ് ആണ് ഇത്, പണ്ടത്തെ സാധനമാണ് ഇതൊക്കെ. കണ്ണാപ്പി 2P കൊട്ട കേക്ക് വേണോ കുണ്ണാപ്പി? വേണ്ട, നിന്റെ തന്ത ഉണ്ടല്ലോ, നിന്റെ തന്തയുടെ ബർത്ത്ഡേ ആണ് 2 ദിവസം കഴിഞ്ഞ്. എന്നുവെച്ചാൽ എന്റെ വീട്ടിലെ നാടൻ പട്ടിയുടെ ബർത്ത്ഡേ ആണ്.
അപ്പൊ നീ അതിന് വരുമ്പോഴത്തേക്ക് നിന്റെ തന്തയ്ക്ക് അങ്ങനത്തെ ഒരു കേക്ക് മേടിച്ചോണ്ട് കൊടുത്താൽ മതി. നിന്റെ തന്തയ്ക്ക് അത് ഇഷ്ടപ്പെടും. സോറി എന്റെ നാളെ മറ്റേ ഞാൻ തന്നെ അവമാനിച്ചു. സോറി ഹിറ്റ്മാൻ, സോറി ഹിറ്റ്ലർ. ഇവന്റെ ഒക്കെ പ്രശ്നം ഇതൊക്കെ വട്ടത്താണോ ഇതൊക്കെ? എന്റെ അമ്മോ, ഞങ്ങള് കളിക്കുന്നില്ല, കളിക്കാൻ ടി വി താല്പര്യമില്ല. ടി വി എടുത്ത് ടിവിയുടെ സ്ലോട്ട് എടുത്ത് തരാം. ഇതൊക്കെ കുറച്ച് ഓൾഡ് ട്രോൾസ് ആണ്. എന്നാലും നമുക്ക് നോക്കാം. കൊള്ളാടാ, നൈസ് സിൽക്കി, നൈസടാ. ഇത് ഗാന്ധിഗ്രാമമല്ല. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ, ഞാൻ പറയുമ്പോ രാത്രി. ഹലോ വാട്ടെ, ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് പകലാക്കി. വെളുപ്പാങ്കാലത്ത് ആരെങ്കിലും എണീക്കോ? ബാബു റെഫറൻസ്. നിങ്ങൾ എന്താണ് വിചാരിച്ചേ? ബാബു പറയുമ്പോ പകൽ, മനസ്സിലായ? ബാബു പറയുമ്പോ രാത്രി. ബ്രോ ഡിലേ ഈസ് അനോയിങ്. എടാ എന്ത് ഡിലേ ആണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്കൊരു ഡിലേ ഇല്ല, എനിക്ക് കറക്റ്റാ. ഈഗിൾ DC സൗണ്ട് ഡിലേ ഉണ്ട്. എടാ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജിമ്മിൽ പോക്കാണ് ഒരിക്കലും മനസ്സിലായ, ഒരിക്കലും നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നമ്മളെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു മാസം. സത്യടാ, ഞാൻ ഈ വട്ടമെങ്കിലും അത് ഇതാക്കണമെന്ന് വിചാരിച്ച കറക്റ്റ് 1 മാസം ജിമ്മിൽ പോയപ്പോൾ ആശുപത്രിയിലായി. എന്തൊരവസ്ഥയെന്ന് പറയട്ടെ, സത്യമാണ് കേട്ടാ. ഞാൻ പറയല്ലേ, ജിമ്മിൽ പോകാൻ തന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ, നമ്മൾ ചെക്കപ്പ് ചെയ്ത് കൊളസ്ട്രോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കൊളസ്ട്രോൾ ഉള്ള ഫുഡുകൾ, ഫാറ്റ് കൂടിയ ഫുഡുകൾ കഴിക്കാനായിരിക്കും. അതൊക്കെ അങ്ങനെ കുറച്ച് റാൻഡം കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ജിമ്മിൽ ജോയിൻ ചെയ്താൽ എന്തെങ്കിലും വണ്ടി വരും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇതുവരെ ആ മെട്രിക്സിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയിട്ടില്ല എനിക്ക്, സത്യം പറയാമല്ലോ. സിയോൺ അഡ്മിൻ ബെക്മാൻ എക്സ്പ്ലെയിനിങ് സെർവർ റൂൾസ്. ഇത് ഞാൻ കണ്ട റോക്സ് അവിടുത്തെ ഇവിടെ തുടങ്ങിയ സെറ്റായിരിക്കും ബ്രോ. ഇപ്പോൾ ഒരിടത്ത് നമ്മളിപ്പോൾ കളിച്ചൊന്ന് സെറ്റായി വന്നിട്ട് പയ്യെ സെറ്റാക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഗൈസ്. ഡിലേ ഉള്ളവരൊക്കെ സ്ട്രീം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്ക്, അന്നേരം സെറ്റാവും. എനിക്ക് അറിഞ്ഞൂടാ അതെന്താണെന്ന്. എനിക്ക് ഡിലേ ഒന്നും ഇല്ല ആക്ച്വലി. ഇവിടെ കുറേ പേർക്ക് ഡിലേ ഇല്ലെന്ന് പറഞ്ഞു. സൗണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം, അന്നേരം സെറ്റാവും. ധോണിയുടെ വെർഷൻ അല്ലേ, കുറെ ഉണ്ടായിരുന്നു. ഈ സാധനം പക്ഷെ വന്നില്ലല്ലോ, ഇവിടെ വന്നില്ലല്ലോ, നമുക്ക് വന്നിട്ടില്ലല്ലോ ഈ അപ്ഡേറ്റ്. ഇത് വന്നോ? മറ്റേ കോണ്ടാക്ട് കാർഡ് ഷെയർ ചെയ്യണോ, മറ്റേ നമ്മുടെ ഫുള്ളായിട്ടുള്ള ഇതൊരു NFC ടാറ്റ് ആയതുപോലെ നമ്മുടെ ഫുള്ളി എല്ലാ ഇതും ചെയ്യാൻ പറ്റും. അതല്ലേ ആ സാധനമല്ലേ ഇത്? അതല്ലേ ഇത് മറ്റേ ഇത് നമുക്ക് വന്നിട്ടില്ലല്ലോ ഈ അപ്ഡേറ്റ്. ഇത് ഇനിയാണോ വരുന്നത് അതോ 15 ഇറങ്ങാൻ വേണ്ടത്? ഞാൻ ഇത് കണ്ടായിരുന്നു. നമ്മുടെ മറ്റേ ഇത് നമ്പറും സോഷ്യൽ മീഡിയാസും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡിലേ ഉണ്ട്. ഇല്ലാവുന്നില്ല. അതേ പിന്നെ ഉണ്ട്. അടിപൊളി. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബീറ്റ വന്നോ? എനിക്കറിഞ്ഞൂടല്ലോ. ബീറ്റ വേർഷൻ. ബഡ്ജറ്റ് 600 കോടി, ബഡ്ജറ്റ് 700. സത്യം. അയ്യോ, എൻ്റെ ജീവിതത്തിലൊരു പടത്തിൽ ഞാൻ തിയേറ്ററിൽ ഇറങ്ങി വന്നിട്ടില്ല. എൻ്റെ അമ്മ, 700 കോടിക്ക് എന്തൊക്കെ ചെയ്യാറുന്നടാ. ഈ 700 കോടി ഞാൻ വേണ്ട, ഒന്നും ഞാൻ പറയണല്ലേ. ഈ 700 കോടി, ഈ 9700, ഈ ലൈവ് കാണുന്ന 9700 പേർക്കും എനിക്കും കൂടെ വീതിച്ച് തന്നാൽ പോലും നമ്മുടെ ഇത്രയും പേരുടെ ലൈഫ് സെറ്റിൽഡ് ആയേനെ അല്ലേ. ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ജീവിക്കായിരുന്നു. ഞാൻ അതാ പറയണേ. ഒരു വലിയ ആഡംബരമൊന്നുമില്ലാതെ ഞങ്ങൾ 10,000 പേർക്ക് വീതിച്ച് തന്നാൽ മതിയായിരുന്നു 700 കോടി. 10,000 പേർക്ക് 700 കോടി അല്ല, നമ്മൾ ഈ 10,000 പേർക്ക് 700 കോടി വീതിച്ച് തന്നരുത്. നമ്മളെങ്കിലും സുഖമായിട്ട് ഒരു 2 ദിവസം ട്രിപ്പെങ്കിലും പോകരുത്, മനസ്സിലായോ? നമുക്ക് സന്തോഷമായതിന്. പൂച്ചക്കുട്ടി, എടാ താങ്ക് യു. ഈ സാധനം എനിക്ക് കിട്ടി, കയ്യിൽ കിട്ടി. താങ്ക് യു സോ മച്ച്. മീൻസ് ലോട്ട്.
സത്യം സത്യം. അതാ ഇത് വാങ്കർ ഫ്രം ഗെയിം. ബീറ്റ് പോലെ കൊള്ളാലേ. ഏതാ സാധനം? 70,000 ഈച്ച്. ഓ, അതവൻ കാൽക്കുലേറ്റ് ചെയ്ത്. 70,000 ആണോ 70 ലക്ഷമാണോ? 70 ലക്ഷം വെച്ച് കിട്ടുമോ? ഇല്ല 70,000 ആയിരിക്കും. എത്ര? 70 ലക്ഷം വെച്ച് കിട്ടുമോ? ഇപ്പൊ അവിടെ പാത്രം കഴിവലാണ്. ഓ അണ്ണാ ഇവിടെ നമ്മള് മറ്റേ എന്ത് ഇതാര് കണവി പടയാളിയാവൻ. സത്യം. അങ്ങനെ ഒരു അവൻ മെറ്റടിച്ച് അവിടെ കണ്ട് നിൽക്കുമായിരുന്നു. 7 ലക്ഷം 7 ലക്ഷം വെച്ച് കിട്ടുമല്ലേ ഒരാൾക്ക്? ഉയ്യോ, ധാരാളം. ഇത് ഗാന്ധിഗ്രാമമല്ല. ഇവിടെ ഞാൻ പറയുമ്പോ പകൽ. ഇത് ബാബുവിന്റെ അത് നമ്മൾ കണ്ടതല്ലേ. റിയലൈസ്ഡ് ദാറ്റ് ഫീലിംഗ്. ഞാനൊരു കാര്യം പറയാം. നമ്മളുണ്ടല്ലോ ഈ നമ്മൾ ഒരാളുടെ അടുത്ത് സൗഹൃദമായിട്ടിരിക്കണ സമയത്ത് ഓൾറെഡി കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. Donkey said to the tiger, "The grass is blue." The tiger replied, "No, the grass is life." കുറേ ഉണ്ടത്. ഹെഡ് റാപ്പ് അത് പ്ലേ ആവുന്നില്ല. Four months of editing. മറ്റേ ക്യാരക്ടറിനെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. എന്നാലും കാണാം. എന്റെ പൊന്നോ. It is still 1000 times better than ആദിപുരുഷ്. ഇതൊക്കെ എങ്ങനെടാ 4 മാസം എടുത്താലെന്താ? അവൻ വീട്ടിലിരുന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. അവസ്ഥയാണ് നൗഡേയ്സ് വാസോണൻസ് അവസ്ഥ. കൈ നോക്കട്ടെ സാറേ, ബലം പറയാം. വേണ്ട, കഷ്ടകാലം എന്റെ ഉച്ചയില് കുന്തം പിടിച്ചു നിൽക്കുന്ന കാലമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞാലേ എന്റെ കാക്കാത്തി ഞാൻ ഈ കുളത്തിൽ ചാടേണ്ടി വരും. പോട്ടെ. ഞാൻ മമ്മിയടുത്ത് പപ്പയടുത്ത് ഈയിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് അടിയായതേ ഉള്ളൂ. അമ്മയ്ക്കൊക്കെ അവർക്ക് ഈ ജോത്സ്യം ഇതിലൊക്കെ ഭയങ്കര വിശ്വാസം കേട്ടാ. ഇങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഓരോന്നും എന്നോട് പറയും. അയ്യോ, എനിക്കത് ഭയങ്കര സീനാണ്, എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ എവിടെയെങ്കിലും മറ്റേ ഒന്ന് റിലാക്സേഷന് വേണ്ടി തോട്ടിച്ചാടാൻ പോകുന്നേരം മമ്മി പറയും, ഈ ആഴ്ച ജോത്സ്യം പറഞ്ഞു നീ മറ്റേ വെള്ളം കുടിച്ച് ചാവുമെന്നാണ് നിന്റെ ജാതകത്തിലത്. ട്രിപ്പ് ക്യാൻസൽഡ്. പിന്നെ അടുത്ത ദിവസം മറ്റേ ഫയർ ഡാൻസ് കാണാൻ പോകാനിരിക്കുമ്പോഴായിരിക്കും പറയും നിന്റെ മരണം തീ കൊണ്ടായിരിക്കും എന്ന് ജോത്സ്യം പറഞ്ഞു. പിന്നെ ഞാൻ ഒരാഴ്ചത്തേക്ക് തീപ്പെട്ടി പോലും കത്തിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, എന്നോട് ഇത് ദയവി അത് പറയരുത്. മമ്മിക്ക് പപ്പയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളത് പോയി നോക്കുക, എൻ്റെ അടുത്ത് അത് പറയരുത്, എനിക്കത് പ്രശ്നമാണ് എന്ന് ഞാൻ അവസാനം അവരുടെ അടുത്ത് റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ അത് പറയത്തില്ല. പ്രശ്നമാണത്. എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസേ പോകും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഈ സാധനത്തിൽ ഞാൻ നോക്കാനൊന്നും പോകാറില്ല. ഭയങ്കര പ്രശ്നമാണത്. അത് പിന്നെ കഴിവില്ലാത്ത ഒരു ഫ്രണ്ടിൽ നമുക്ക് കഴിവുള്ളവർക്ക് തിരിച്ചു ചേർക്കാം. ഓ, നിന്റെ കഴിവ് ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടഫിലൊക്കെ. ഓ അതെ, അത് മാത്രമാണല്ലോ കഴിവ്. നീ ഇതിന് ഗെയിമിനെ തന്നെ അടിച്ചു നീ 12 seconds later. എന്നെ അവിടെ നിന്ന് ഓപ്പണിൽ വന്ന് കൊല്ലുന്ന ആൾക്ക് 5 ലക്ഷം രൂപ, അല്ലെങ്കിൽ തിരിച്ച് 5 ലക്ഷം രൂപ തരം ഉണ്ടെങ്കിൽ മാത്രം ഓപ്പണിൽ കൂടെ വന്ന് എന്നെ കൊല്ലാം. ഐഡിയ പറയാം. ഞാൻ ഇവിടെ നിന്ന് 1 വേ അടിക്കും. നീ ഇതിന്റെ ബാക്കിൽ കൂടെ കറങ്ങി പോയി താഴെ ചാടണം. മനസ്സിലായി? നീന്തി ബാക്കിൽ കൂടെ പറഞ്ഞു അടിയിൽ കൂടെ പോയി ബാക്കിൽ. എന്തൊരു അന്നല്ല അവനെ തോപ്പിക്കുള്ള ഒരു ഇത് കണ്ടാടാ അവന്.
അത് നല്ലതാണ്. ഫൈവം അപ്പ എനിക്ക് മെസ്സേജ് വന്നു. ഓക്കെ, ഫൈവമിൻ്റെ ഒരു ഡെവലപ്പർ, പുള്ളിയുടെ പേര് ആദിത്യൻ, ഇവിടെ വന്ന് അണ്ണാ ഫുള്ള് കാണാൻ മോനെ. ഏത് സുന്ദരിയുടെ കല്യാണത്തിനാണോ ഇനി നമ്മൾ അടുത്ത താലം പിടിക്കണ്ടേ? സുന്ദരി അല്ലെങ്കിൽ നീ താലം പിടിക്കില്ലേ? അമ്മായി റെഡി ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴേ റെഡി. നിങ്ങൾ അമ്മായിയാണോ കെട്ടുന്നത്? പറ്റിയ ചെക്കന്മാരെ കിട്ടാനേ നമ്പർ 1 സ്ഥലത്ത് തന്നെ നോക്കണം. അതിന് അവർക്ക് നിന്നെ പറ്റട്ടെ. സത്യം, അവിടെയല്ലേ ലക്ഷക്കണക്കിന് ചോയ്സ് ഉണ്ടാവും. അവർക്കും ചോയ്സ് ഉണ്ട് പേര്. സത്യം, ലക്ഷക്കണക്കിനോ? എന്താ നിനക്ക് ഇനിയും കിട്ടണോ? സത്യം, കല്യാണം കഴിഞ്ഞല്ലേ? അമ്മായി നോക്കി അങ്കിള് ഡിലേ ഉണ്ട്, സൗണ്ട് ഡിലേ ഉണ്ട്. എടാ അത് എന്താന്ന് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ അതെന്താണത്. അയ്യോ, ഈ മാട്രിമോണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലൊരു പുഴുത്ത സാധനം വേറെ ഇല്ല. അതിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പോയ മൂഞ്ചും. മറ്റേ എമാർക്ക് എന്തൊക്കെ അറിയേണ്ടതെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞ കൂടി വേണ്ട. ഇതാണ് സംഭവിച്ചത്. ഇതാണ് ജോസ്തെറ്റിക്സിന് സംഭവിച്ചത്, നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തത്. 80 ലക്ഷത്തിലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഒരു സൂപ്പർ താരമാണ് ജോസ്തെറ്റിക്സ് എന്ന ജോലിൻഡർ. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ജോസ്തെറ്റിക്സിന്റെ മരണവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്നുള്ളതിന്റെ ഉത്തരമാണ് എന്യൂറിസം. അതായത് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകളും ഹൈ ബ്ലഡ് പ്രഷർ മൂലം ബൾജ് ചെയ്യുന്ന അവസ്ഥയാണ് എന്യൂറിസം. ഇങ്ങനെ ബൾജ് ചെയ്യുന്ന ബ്ലഡ് വെസൽസ് പിന്നീട് ബേസ്റ്റ് ആയിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇത് ബ്രെയിൻ്റെ അവിടെ നടക്കുന്നതാണ് കൂടുതൽ ഗുരുതരാക്കുന്നത്. അത്തരത്തിലൊരു അവസ്ഥയാണ് ജോസ്തെറ്റിക്സിന് സംഭവിച്ചത്. ജോസ്തെറ്റിക്സിന് നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ റീസെന്റ് ജോസ്തെറ്റിക്സ് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ സ്റ്റെറോയിഡ്സ് എടുത്തായിട്ട് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെറോയിഡ്സ് ഇത്തരത്തിൽ എന്യൂറസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ്. 30 വയസ്സ് മാത്രം പ്രായമുള്ള വർക്കൗട്ടും ഡയറ്റ് പ്ലാനും ഇത്തരത്തിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഇത്തരത്തിലൊരു വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ഈ മരണം പലർക്കും ഒരു ബോഡി പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞ് മറ്റേ അതും ഇതൊന്നും വലിച്ചു വാരി ഇതാക്കിയേക്കരുത്. ഇവിടെ ഇനി ലാസ്റ്റ് റിയാക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ ഞാൻ ഡിസ്കോഡ് ഒന്ന് നോക്കി ഇത് ചെയ്യാം. ഡിസ്കോഡ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ്, ഡിസ്കോഡ്. ഓക്കെ, ഡിസ്കോഡ് റിസ്റ്റാർട്ട് ഇപ്പോൾ ശരിയാന്ന് പറഞ്ഞില്ല. മധ്യപ്രദേശ് ലോഞ്ച് ഇന്ത്യസ് ഫസ്റ്റ് സ്പോർട്സ് അക്കാഡമി അണ്ടർ ദ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ്. ഗൈസ്, ഇനി ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. ജിയോ ഈ ഒരു ഫീൽഡിലേക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പോൾ ജിയോ മറ്റേ ഇതിനകത്തൊക്കെ ആയിരിക്കും മറ്റേ ഇനി ഇതിൻ്റെയൊക്കെ നമ്മുടെ BGMI ഒക്കെ മറ്റേ ഇവൻറ്റ്സുകളൊക്കെ സ്ട്രീമൊക്കെ ആവുന്നുണ്ട്. സോ ജിയോ പിന്നെ അംബാനിയുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ട് കുറേ കാര്യങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഈ അറക്കളത്തിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ട്, ഇതിൻ്റെ ഡോക്യുമെൻ്റ്, ഇതിൻ്റെ ഓണർഷിപ്പ്. സോ അത് നിങ്ങളുടെ പ്രസൻസിൽ ഞാൻ അറക്കളത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് സൈൻ ചെയ്ത് തരണം നിങ്ങളുടെ പ്രസൻസിൽ. ഞാനിപ്പോൾ അത് വെരിഫൈ ചെയ്യാം. ഓക്കെ. कैसी पहली मुअद मर जाना इश्क में जल्दी बड़ा जुर्माना. എനിക്ക് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ എൻ്റെ ടോപ്പ് വാച്ചിങ് ഈ സ്ട്രീമിനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ സിറ്റുവേഷൻ. 25,000 വാച്ചിങ് ഒരു എന്താ പറയുക റോൾ പ്ലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് ഇതിനായിരുന്നു. ഈ ദിവസമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ വാച്ചിങ് വന്നത്. യൂട്യൂബ് ലൈവിൽ ഏറ്റവും കൂടുതൽ വാച്ചിങ് വന്നത് അതിനായിരുന്നു. അണ്ണാ എൻ്റെ ഫ്രണ്ട് വേണം ഒന്ന് ചെക്കൗട്ട് ചെയ്യാമോ? Juliet to your Romeo, oh, are you
എന്റെ പൊന്നോ. എന്ത് രസമായിട്ടാണ് ഇവരൊക്കെ പാടണേ അണ്ണാ. ഇജാതി വൈബൊക്കെ പാട്ടെന്ന് പാടടി കക്കറുമ്പി പുള്ളിക്കൊയിലേ. നൈസ്, കൊള്ളാം. ഇതിൽ കുറച്ച് പഴയ റീൽസ് ഒക്കെ ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്യണേ ഗൈസ്. അർജുനെ സുഖല്ലേ? എന്തിന് വണ്ടി എടുക്കാൻ പോണ? അറിയാ ആരെടുക്കണ? പാവ കണ്ണ ചേട്ടൻ ഒന്നും മിണ്ടാതങ്ങ് പോയ. പിന്നെ വെന്നി ഫോണിൽ സംസാരിക്കുന്ന ചേട്ടാ. എന്തിന് അറിയാ ആരെടുക്കണ? പാവോടാ. 6th ട്രോഫി കളക്റ്റഡ്. പിന്നല്ല മോർസൂഡ്. പിന്നല്ല മുതുക്കടില്ലേ. മലയാളികൾക്കിടയിൽ വളരെയധികം അൺപോപ്പുലർ ആയ ഒരു ടേമാണ് ആനിമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഫീലിംഗ് ഉണ്ടാകുന്ന സാധനമാണ് ഈ ആനിമി എന്ന് പറയുന്ന സാധനം. ജാപ്പനീസ് അനിമേഷൻ കാണുന്ന ഒരു വിഭാഗം വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഉണ്ട് ഇല്ല എന്നല്ല, ആ കാണുന്നവർക്ക് അറിയാം അതിന്റെ വില. ഈ സീരീസും അത്തരത്തിലുള്ള ആർട്ട് ഫോംസും ഒക്കെ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ടതും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ഈ ആനിമ സീരീസ് എന്ന് പറയുന്നത്. പുതിയ സിനിമ എല്ലാം കിട്ടിയാടാ? ഈ സിനിമയൊക്കെ ആരെങ്കിലും കാണുവാണോ സതീഷ്? നീ നറൂട്ടോ കാണുന്നോ? നമുക്ക് സംസാരിക്കാനുള്ളത് ഒരു ജാപ്പനീസ് ആനിമേഷൻ സിനിമയെ കുറിച്ചാണ്. അടിച്ചിരിപ്പിന്റെ കാലത്ത് അടിഞ്ഞുപോയ തിയേറ്ററുകൾക്ക് പ്രതീക്ഷ നൽകുകയാണ് ജാപ്പനീസ് ആനിമേഷൻ. വൺ പീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിടത്തോളം ഒരു മൂവിയോ ഒരു സിനിമയോ ഒരു കഥയോ എന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. തിയേറ്ററിൽ കാണുന്നത് അതൊരു രസമാണ്. അത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഫീല് ഒന്നും പറയില്ല. തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ ഫീൽ കിട്ടുന്നുണ്ട്. ഫോണിലും കമ്പ്യൂട്ടറിലും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ കാണുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അനിമേ കൾച്ചർ വരുന്നു. ആനിമയൊക്കെ തിയേറ്ററിൽ പ്ലേ ചെയ്തിട്ടുണ്ടോ? ആനിമയൊക്കെ തിയേറ്ററിൽ ഇറങ്ങുമോ? ഡിലേ ഉണ്ടെണ്ണ. എടാ എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി എന്താണെന്ന്. എനിക്ക് ഇത്രയും പെട്ടെന്നാണ് ഡിലേ വന്നത്. എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഡിലേ വരുന്നതെന്ന്. എനിക്ക് അറിഞ്ഞൂടാ. ലൈവ് ഇതാക്കേണ്ടി വരും, റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എനിക്ക് അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഡിലേ വരുന്നതെന്ന്. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. വേണമെങ്കിൽ ഒന്നും കൂടെ ഡിസ്കോഡ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഡിസ്കോഡ് എവിടെ? ഡിസ്കോഡ് ഇതല്ലേ, കിറ്റ് ഡിസ്കോഡ്. ഓക്കെ, ഡിസ്കോഡ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് പുതിയ ട്രോൾസ് നോക്കിയാലോ അങ്ങനെയാണെങ്കിൽ? നമ്മളല്ല അന്ന് ഒരു ഒരു ഇതുവരെ നോക്കി വെച്ചായിരുന്നടാ. കുറച്ച് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് നോക്കിയത് ഓർമ്മയുണ്ടോ? ഞാൻ ഓർത്ത് അതായിരിക്കും ഇവൻ ലാസ്റ്റ് മാർക്ക് ചെയ്തതെന്ന്. അത് ഒരുപാട് പഴയ ട്രോളിലോട്ട് പോയി. ആകാശ പൊന്നാരി നിര. ഓക്കെ ഓക്കെ, ഇതിന് താഴോട്ട്. യെസ് ഇതാണ്. പരുന്തു വാസു, സരക്ക് ഡാനി, ജോക്കി രായൻ. ഇവിടെ ക്ലാസ്സിലിരുന്ന് നിന്റെയൊക്കെ പരിപാടി ഇതാണല്ലേ? റിസ്കൻ ഞങ്ങളെ പെട്ടി. नारुतो, ड्रैगन बॉल और वन पीस कॉमिक्स किस देश के कॉमिक्स हैं? The comics Naruto, Dragon Ball and One Piece are all from which country? A. Spain, B. Japan, C. Italy
or D, Australia? So please lock option B, Japan. ഞാൻ ഒരു ആനിമി ഫാനാണ്, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പണ്ടോട്ട് എല്ലാ ആനിമീസും കാണും. ലൈക്ക് എനിക്ക് ഞാൻ ആനിമയിൽ അത്രയും ഇതായിപ്പോയി. എല്ലാത്തിനും മുമ്പ് എൻ്റെ ഒരു റീല് പ്ലേ ചെയ്തിട്ടാണല്ലോ അതിന്. അംബാസഡർ ഗ്രാൻഡ് ഈഗിൾ ഗെയിമിംഗ് റിയാക്ഷൻ 60K ലൈക്ക്. തൊണ്ട പൊട്ടി ആ ഒരു പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താലും എനിക്ക് 10K ആണ് ഇടുന്നത്. സ്റ്റിൽ ഡിലേ ഉണ്ട്. അടച്ചിരിപ്പിന്റെ കാലത്ത് അടഞ്ഞുപോയ തിയേറ്ററുകൾക്ക് പ്രതീക്ഷ നൽകുകയാണ് ജാപ്പനീസ് ആനിമേഷൻ ചലച്ചിത്രമായ ഡീമൺ സ്ലേയർ. Influencers with 5 lakh followers will be considered as celebrities. Marketing influencers have over 5 lakh followers or earning more than 40 lakh per year will now classified as celebrities appearing in ads. ACSA said on Wednesday. Oh, okay. Oh, fuck. Shit. Homie, after drinking full bottle of Happy Fizz. നല്ല പയ്യനായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്ത് പറ്റിയതല്ല, മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറ്റൂ. അണ്ണന്റെ പേരെന്താണ്? എന്റെ പേര് ടെക്കി. ടെക്കിയോ? ഹൈടെക് ആണല്ലോ. നമ്മള് ജയിലിൽ പോയിട്ട് വന്നപ്പോഴത്തേന് പിള്ളേരൊക്കെ സംസാരമൊക്കെ കേട്ടാ എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. ഇവിടെ ഇപ്പൊ സിറ്റിയിൽ കുറെ ഗ്യാങ്സുകൾ കംപ്ലൈന്റ് പറയുന്നുണ്ടെന്ന്. ടിവിക്ക് വേണ്ടി ആൾക്കാർ ഗ്രൈൻഡ് ചെയ്ത് തരുന്നു. ലൈക്ക് അതൊക്കെ RP അല്ലേ? നമുക്ക് വേണ്ടി ആൾക്കാർ ചെയ്തു തരുന്നതും നമുക്ക് കൊണ്ടുതരുന്നതും ഒക്കെ RP അല്ലേ? നമ്മളല്ലാതെ നമുക്ക് വേണ്ടി ഗ്രൈൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ലൈക്ക് അവരെ ഇവിടെ ഇതൊന്നും കൊടുത്ത് നിർത്തിയേക്കുമല്ലോ. ലൈക്ക് അവര് ചെയ്യുന്നൊക്കെ ഇവിടെ കുറെ ഗ്യാങ്സുകൾ കംപ്ലൈന്റ് പറഞ്ഞു. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. പീലി എന്ന് പറഞ്ഞ ഇന്നലെ കണ്ട പയ്യൻ ഇന്നും വന്നൊരു 10 ലക്ഷം രൂപ എന്തോ തന്നിട്ട് പോയി. ബാങ്ക് ട്രാൻസ്ഫർ കെയിം ഫ്രം മിസ്റ്റർ ലോലൻ. ഇതൊക്കെ ആരാ? ചെറിയൊരു എമൗണ്ട് സ്നേഹത്തിന്റെ പത്ത് തന്നിട്ടുണ്ട്. ഗ്രൈൻഡ് ചെറിയൊരു എമൗണ്ട് ബ്രോ കിട്ടിയ ഒരു സംഭാവന. പൈസ എത്തിക്കാൻ വേണ്ടി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിള്ളേര് ബാക്കിയുള്ള എമൗണ്ട് 31 കോടി എണ്ണ. 31 കോടിയോ? എത്ര പിള്ളേരാണ് എത്രയൊക്കെ തരണം എനിക്ക് അറിഞ്ഞൂടാ. ഇത് തോറ്റാലും നമുക്ക് ഇതാണ് നമ്മുടെ സ്നേഹം, ഇതാണ് നമ്മുടെ സക്സസ്. കാരണമുണ്ട്. അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും പിന്നെ അതുപോലെ തന്നെ അത്ര തന്നെ. അയ്യോ ഹോസ്പിറ്റലൈസ്ഡ് ആയാണ് കണ്ടട. ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു മേളിൽ. നമ്മളിപ്പോ ഇതാണ് അഗൈൻ ആൻഡ് അഗൈൻ ഹി ഈസ് പ്രൂവിങ് ദാറ്റ്. എടാ ഞാൻ ഇത് കണ്ടോ ഇവന്റെ വീഡിയോ, എന്നിട്ട് ഇത് ഇവൻ പോസ്റ്റ് ചെയ്തെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് കണ്ടോളാ. ഇത് ഇത്ര കിടലായിട്ടൊക്കെ കളിച്ചിട്ടെ. Watch out! ഇപ്പൊ നോക്കോളെ. ഒരുത്ത മേളിലോട്ട് കയറി പോയേ കേട്ടാ. നല്ല അടി മേടിച്ചേട്ടാ. ഓടും, വെളിയിലോട്ട് ഓടും. ഇപ്പൊ ഒരു നെയ്ഡ് പറക്കി മേലോട്ട് കേട്ടോ. പോയിക്കോട്ടെ. ഇപ്പൊ നെയ്ഡ് കിട്ടും. പക്ഷേ 3, 2, 1 എറിഞ്ഞ് ഇപ്പൊ അവനെ കൊല്ലും കേട്ടാ.
കൊന്ന് നേരെ കണ്ണൊക്കെ പറക്കി വെച്ച് അതിനകത്ത് പോയി ലൂട്ട് ചെയ്യും. ഇതൊക്കെ അവന്റെ സാധാരണ മനസ്സിലായ അവന്റെ ഡെയിലി ലൈഫ് റൂട്ടീൻ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ അവര് സാധാരണമാണ്. നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സാധാരണ അല്ലാത്ത രീതിയിൽ തോന്നണം. മനസ്സിലായ ഫോണിന്റെ പ്രശ്നമാണത്. സാംസങ് എങ്ങാനും കണ്ട പ്രശ്നമോ S23 വെച്ച് കളിച്ചിട്ടെ ഫോണിന്റെ പ്രശ്നം എന്ന് പറയുന്നത് തിരിച്ചു മേടിക്കും അവന്മാര്. മനസ്സിലായ ഇങ്ങനെ ഒരുത്തനെടുത്ത് എന്ത് പറയാനാണ് അവൻ്റെ അടുത്ത്? ചില സമയത്ത് അവനെ ഇങ്ങനെ ഓൺ ഓഫ് ആവും അവൻ, അതാണ് പ്രശ്നം. സാറേ ജീവനിൽ കൊതിയുള്ള ഞങ്ങൾ അത് പറയുന്നത് കേട്ടു. ഉണ്ട് സാറേ എടിയെന്നൊക്കെ ഒരു മേഡം കേട്ടില്ലേ? ഒരു പെൺകുട്ടി എടിയെന്ന് പീഡിയുടെ മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിയെ വിളിക്കാൻ പറ്റാത്ത രീതിയിൽ വിളിച്ചു. അത് ഞാൻ പറയത്തില്ല. ഞാൻ വേണേ ഇംഗ്ലീഷിലെ ലെറ്റർ പറയാം. എയും ബിയും സിയും കഴിഞ്ഞിട്ടുള്ള ലെറ്ററും. ആ അങ്ങനെ വിളിച്ച് ഒരു പെൺകുട്ടി അങ്ങനെ വിളിക്കാവോ? പറ. അത് പീഡിയുടെ മുന്നിൽ വെച്ച്. ഡിസ്റെസ്പെക്ഷൻ ഓഫ് എ ഫീമെയിലും പിന്നെ ട്രൈങ് ടു കിഡ്നാപ്പ് ലിയോയും കൂടെ രണ്ട് ഫൈൻ കഴിഞ്ഞു. ശരി, ടോണി സ്റ്റാർക്ക് സൗണ്ട് ഡിലേ ഉണ്ട് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ അതിനി എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന്. ഇതിൽ കൂടുതൽ ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്കോഡ് സെക്ഷൻ നിർത്താം. മോർണിംഗ് 2 മണിക്ക് സെർവർ ഹാക്ക് ചെയ്തു. ഇത് അറിഞ്ഞായിരുന്നു. ഹായ്, ഐ ആം സൈഫർ. യുവർ സെർവർ ഈസ് ഗോണ ഗെറ്റ് ഫക്ഡ് അപ്പ്, ഡോണ്ട് പാനിക്. ദിസ് ഈസ് സോ ഫണ്ണി. എന്ത് സുഖമാണല്ലേ അവന്മാർക്ക് കിട്ടണേ. അവന്മാർക്ക് എന്തോ മറ്റേ വേറെന്തോ പരിപാടിയാണ് അതൊക്കെ. കണ്ണാപ്പിക്ക് തുണ്ടിട്ട് കൊടുത്തു. അത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അത് അവ സ്ട്രീം ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു, കാണാൻ പറ്റിയില്ലെന്ന്. ഇത് വെച്ച് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് മടുപ്പാവും തോന്നുന്നു കേട്ടാ. ഇത് വെച്ച് പ്ലേ നിങ്ങൾക്ക് മടുപ്പാവും. ഈ വണ്ടി കൊള്ളാല്ലേ. ഇവിടെ ഗ്യാങ് എല്ലാം തിരിച്ചു വന്ന് ഓക്കെ ആയിട്ട് വേണം നമ്മുടെ ഗ്യാങ് വണ്ടി മറ്റേ ഇതും ഗ്യാങ് ഡ്രസ്സും കൊണ്ടുവരാൻ. കൊള്ളാം, നല്ല വണ്ടി, രസമുണ്ട് കാണാൻ. ഇതിന്റെ കുറെ വർഷം കണ്ടു നമ്മളിപ്പോ. മുതുടിയില്ലേ മതിയെണ്ണ ഷോകായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഫിക്സ് ആയിട്ടത് എനിക്ക് മേ ബി